ആ പരമാത്മാവിൽ നിന്ന് അകന്നവനെ അജാമിളൻ എന്ന് വിളിക്കാം. ദൂരത്തേക്ക് ദൂരത്തേക്ക് മായയിൽ പെട്ടിട്ട് ദൂരത്തേക്ക് പോയവനെയാണ് അജാമിളൻ എന്ന് വിളിക്കുന്നത്. ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയാൽ, നിന്റെ കയ്യിലേക്ക് ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മതി, ഞാൻ എന്നെ വിശദീകരിക്കും. ഒന്നുകൂടി ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മതി. ഈ മുദ്ര എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഈ മുദ്ര എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ മുദ്ര കണ്ടിട്ടുണ്ടോ ഇല്ലയോ? താഴേക്ക് പിടിക്കരുത്, മുകളിലേക്കും പിടിക്കരുത്. വൃത്തം പോലെ 3 വിരൽ ഫ്രീ ആയിട്ട് കിടക്കും. ഇത് നോക്കിയാൽ അറിയാം. ഈ മുദ്രയെ വിളിക്കുന്ന പേരാണ് ചിന്മുദ്ര അഥവാ ജ്ഞാനമുദ്ര. ഈ മുദ്ര ഇങ്ങനെ പിടിച്ചാൽ മതി, അത് നമ്മുടെ ശരീരത്തിലെ 64,000-ലധികം നാഡികളിൽ സ്പന്ദനമുണ്ടാക്കും. ഇത് പിടിച്ചു വെക്കണം. അതായത് ഒരുപാട് മുദ്രയുണ്ട്. ഷൺമുഖി മുദ്രയുണ്ട്, ഒരുപാട് മുദ്രയുണ്ട്. അതിലൊരു മുദ്രയാണ് ചിന്മുദ്ര. ഈ മുദ്രയെ മാത്രം മനസ്സിലാക്കിയാൽ അജാമിളനെ മനസ്സിലാവും. എന്തിനാ ഞാൻ അങ്ങനെ പറയണമെന്ന് വെച്ചാൽ, നമുക്ക് സത്സംഗം എങ്ങനെയാണ് നമ്മൾ ഉയർത്തുന്നതെന്ന് ഞാൻ വഴിയെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അജാമിളനെ കൃത്യമായിട്ട് പഠിക്കണം. അല്ലാതെ അജാമിളൻ ഒരു സുപ്രഭാതത്തിൽ നാമം ചൊല്ലല്ല ചെയ്തത്. ഇത് ശ്രദ്ധിക്കണം. ഒരു സുപ്രഭാതത്തിൽ നാമം ചൊല്ലല്ല ചെയ്തത്. അങ്ങനെ പെട്ടെന്ന് അയാൾക്ക് മോക്ഷം കിട്ടുകയല്ല ചെയ്തത്. ഞാനും നിങ്ങളും ഇവിടെ ഇരിക്കുന്നുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഒരു മിണ്ടാട്ടം, ഒരു ഉഷാറിലിരിക്കൂ. നല്ല നട്ടലൊക്കെ നിവർത്തി, നമ്മളിപ്പോൾ നാമം ചൊല്ലിക്കഴിഞ്ഞു, നല്ല നട്ടലൊക്കെ നിവർത്തി ഞാൻ ഈശ്വരത്വമാണെന്ന ബോധത്തിൽ ഇരിക്കൂ. അല്ല ഞാൻ ഒരു വസ്തുവിനും കൊള്ളാത്തവനാന്നുള്ള ബോധത്തിലല്ല, എല്ലാത്തിനും കൊള്ളണ ബോധത്തിൽ ഉള്ളിലിരിക്കുന്നത് ആ ഈശ്വര സ്വരൂപമാണ്. എന്നെ മനസ്സിലാക്കിയിട്ട് ഇരിക്കുക. ഞാൻ പറഞ്ഞു വന്നത് ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത് ഈ ചിന്മുദ്രയെ മനസ്സിലാക്കൂ. എന്താ ഈ മുദ്രയുടെ പ്രത്യേകത? ഈ മുദ്രയുടെ അർത്ഥം കേരളത്തിൽ വെച്ച് വിവേകാനന്ദ സ്വാമികൾക്ക് 39 വർഷം 5 മാസം 24 ദിവസം ഈ ലോകത്ത് ജീവിച്ചിരുന്ന് സ്വന്തം ശരീരത്തെ എന്ന് പറഞ്ഞ് തുപ്പിക്കളഞ്ഞുകൊണ്ട് നടന്നുപോയ ആ മഹാസ്വരൂപന് 6 അടി 1 ഇഞ്ച് ഉയരമുണ്ടായിരുന്ന കൽക്കത്തയിലെ പ്രശസ്തമായ പ്രസിഡൻസി കോളേജിനടുത്തുള്ള സ്വീഡിഷ് ചർച്ച് കോളേജിൽ നിന്ന് ട്രാൻസ് എന്ന വാക്ക് കേട്ട്, ഇംഗ്ലീഷിലെ ട്രാൻസ് എന്ന വാക്ക് കേട്ട് റാണി രാസമണി നിർമ്മിച്ച കാളി ക്ഷേത്രത്തിലെ പൂജകനെ ഗുരുവായി സ്വീകരിച്ച് 1893 സെപ്റ്റംബർ 11 ചിക്കാഗോയിലെ പന്നികൾ മേഞ്ഞ് നടന്നിരുന്ന സ്ഥലത്തെ 7000-ൽ പരം വരുന്ന ഡെലിഗേറ്റ്സിന്റെ മുന്നിൽ 8ാമനായി വന്നു നിന്ന് ജനങ്ങളെ കയ്യിലെടുത്ത് അമ്മാനമാടിയ ആ മഹാസ്വരൂപന് ഈ ചിന്മുദ്രയുടെ അർത്ഥം കേരളത്തിൽ വെച്ച് പറഞ്ഞു കൊടുക്കുന്നത് ചട്ടമ്പി സ്വാമികൾ മഹാരാജാണ്. നിങ്ങൾ എന്നെ കേൾക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് ഈ കൊടുങ്ങല്ലൂരിനടുത്ത് വെച്ചാണ് ഈ ചിന്മുദ്രയുടെ അർത്ഥം വിവേകാനന്ദ സ്വാമികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഈ മുദ്രയുടെ അർത്ഥം പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം എളുപ്പമായി. നോക്കൂ, ഇതിൽ ഈ പെരുവിരൽ ഇങ്ങോട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അജാമിളനെ മനസ്സിലാവേണ്ടവർ മാത്രം ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. എളുപ്പമാണ്, സിമ്പിളാണ്. നോക്കൂ, ഈ പെരുവിരലൊന്ന് നോക്കൂ. ഈ പെരുവിരൽ എന്ന് പറയുന്നത്, ഇതിനെ തള്ളവിരലിനും തന്തവിരലിനും പല പേരും വിളിക്കും. ഇവിടേക്ക് എന്താ വിളിക്കാന്ന് എനിക്കറിയില്ല. ഈ പെരുവിരൽ എന്ന് പറയുന്നത് പരമാത്മാവിനെ സൂചിപ്പിക്കുന്നു, ആ ഭഗവാൻ സൂചിപ്പിക്കുന്നു. ആ ഭഗവാൻകലേക്ക് നിൽക്കുന്ന ഒരാളുണ്ട്. അയാളെ ഒന്ന് നോക്കിയാൽ അറിയാം. ഇങ്ങോട്ട് നോക്കുക. നമ്മളൊക്കെ ദേഷ്യം വരുമ്പോ ഇങ്ങനെയാ പറയാ. ഞാൻ ഇപ്പൊ ട്രെയിനിന് പോരുമ്പോ രസകരമായ ഒരു കാഴ്ച കണ്ടു. നിങ്ങളോട് പറയാതിരിക്കാന്ന് പറഞ്ഞില്ല. ഒരു അജാമിളനെ കണ്ടു. അങ്ങനെ കാണുമോ? ട്രെയിനിന് പോരുമ്പോൾ അജാമിളനെ കാണുമോ? കണ്ടു, ഒരു അജാമിളനെ കണ്ടു. എന്താ രസച്ചാൽ നല്ല സൂട്ടും കോട്ടും ഇട്ടിട്ട് തലമുടിയൊക്കെ നരച്ചിട്ടുണ്ട്. എന്നാലും വിവരം വന്നിട്ടില്ല. അയാൾ ഇങ്ങോട്ട് കയറി വന്നു. വലിയൊരു സൂട്ട് കേസ് ഇക്കയ്യിലുണ്ട്, ഒരു ബാഗ് ഇക്കയ്യിലുണ്ട്. ഇങ്ങോട്ട് വന്നിട്ട് എൻ്റെ തൊട്ട് മുന്നിലിരിക്കുന്ന സീറ്റിലുള്ള പാവപ്പെട്ട ഒരു മനുഷ്യന്റെ മണ്ടയ്ക്ക് കയറി. എഴുന്നേൽക്കോ സീറ്റിന്ന്, എൻ്റെ സീറ്റാണത്. എന്നാലൊരു മര്യാദയോടുകൂടി അദ്ദേഹത്തോട് പറയുക. അദ്ദേഹം പറഞ്ഞു, ഞാൻ കോഴിക്കോട് നിന്നാണ് കയറിയത്, TTR ഉറപ്പുവരുത്തിയതാണ് ഈ സീറ്റ്, അവിടെയാണ് ഞാൻ ഇരിക്കുന്നത്. അതെങ്ങനെയാ നടക്കുക? ഇതിൽ നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ ബുക്ക് ചെയ്തിട്ടാണോ കയറിയത്? അദ്ദേഹത്തോട് ആക്രോശിക്കാൻ തുടങ്ങി. നിശ്ചലമായിട്ട് മിണ്ടാതിരിക്കുകയാണ് അദ്ദേഹം. ഒന്നും മിണ്ടാതെ ആ മനുഷ്യൻ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ലോട്ടറി കച്ചവടക്കാരൻ വന്നിട്ട് പറഞ്ഞു, അയാൾ ശാന്തമായി ഇരിക്കുന്നത് കണ്ടില്ലേ? അപ്പൊ ഇയാൾ അയാളുടെ മണ്ടയ്ക്കും കയറി. ആരുടെ മണ്ടയ്ക്ക്? ആ ലോട്ടറിക്കാരന്റെ മണ്ടയ്ക്കും കയറി. ലോട്ടറിക്കാരൻ ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോയപ്പോ TTR നടന്നു വരുന്നുണ്ട്. അപ്പോഴേക്ക് ഇയാൾ എന്ത് ചെയ്തു വെച്ചാൽ ഈ ബാഗൊക്കെ കൂടെ തള്ളി അതിന്റെ മുകളിലേക്ക് ഇയാളോടുള്ള ദേഷ്യം തീർക്കാൻ. ആരോടുള്ള ദേഷ്യം? മായയിൽ പെട്ടുപോയ ഇതൊക്കെ സംഭവിക്കൂട്ടോ. വിഡ്ഢിത്തം പിന്നെയാ മനസ്സിലാവുക. എന്താ പറയുക, ബാഗൊക്കെ കൂടെ ആ മുകളിലേക്ക് റാക്കിലേക്ക് ഒരു ഒറ്റ തള്ളിയിട്ട് അയാൾ അതിലിടയ്ക്ക് മറിഞ്ഞു വീഴാനൊക്കെ പോയി. കാരണം വൈകാരികത വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവേ, പല കോലത്തിലും പോവും. അജാമിളം പോയ പോലെ മദ്യത്തിന് അടിമപ്പെടും. ഇല്ലയോ? സ്ത്രീ ലംബടത്വത്തിലേക്ക് വീഴും. സ്വന്തം ഭാര്യേനെ മറക്കും. അതെന്താ പറയാ, ധർമാവിരുദ്ധോ ഭൂതേഷു കാമോസ്മി ഭരതർഷഭ എന്ന ഭഗവാന്റെ വാക്യം മറക്കും. ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത കാമം
അർജുന, ജീവികളിൽ ഞാനാണെന്ന വാക്യത്തെ മറന്നുപോവും. ഇതൊക്കെ മറന്ന് ഇയാൾ പ്രവർത്തിച്ചു. TTR വന്നിട്ട് ഒരു സ്ത്രീയാ. ഞാൻ അവരെ ഒന്ന് ശ്രദ്ധിച്ചു. എത്ര സുന്ദരമായിട്ട് അവരത് ഡീൽ ചെയ്തതെന്നറിയോ? ടിക്കറ്റ് ഇങ്ങ് തരൂ എന്ന് പറഞ്ഞു. ആരോട്? ഈ അജാമിളനോട്. ടിക്കറ്റ് ഇങ്ങോട്ട് വാങ്ങിയിട്ട് നോക്കിയപ്പം അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായി ഡേറ്റ് 20-ാം തീയതിയാ. അപ്പൊ ഇയാൾ ഓൺലൈനിലോ മറ്റോ ചെയ്തതോ എങ്ങനെയാണെന്നറിയില്ല. ഇത് ബുക്ക് ചെയ്തപ്പോ ആർക്ക് തെറ്റുപറ്റി? ഇയാൾക്ക് തെറ്റുപറ്റി. മായയിൽ പെട്ടോ ഇല്ലയോ? 20ന്റെ ഡേറ്റ് ആര് തെറ്റിദ്ധരിച്ചു? ഈ ദിവസമാണെന്ന് തെറ്റിദ്ധരിച്ചു. ഈ ബോഗിയിലിരിക്കുന്ന ആ സീറ്റ് തെറ്റിദ്ധരിച്ചു. രസം എന്താ വെച്ചാൽ ഇതിങ്ങനെ നോക്കുമ്പോ അയാളുടെ മുഖത്തുണ്ടാവുന്ന ഒരു ജാള്യതയുണ്ട്. ഉണ്ടോ ഇല്ലയോ? ആ ജാള്യതയില് സത്യം പറഞ്ഞാൽ ആ തെറ്റ് ചെയ്ത അയാള് അവിടെ ഇരിക്കുന്ന ആളോട് ഒരു മാപ്പ് പറഞ്ഞിട്ട് വേണം ഇറങ്ങിപ്പോവാൻ. ശരിയാണോ അല്ലയോ? ഇയാൾ അത്ര ഭർഷിച്ചിട്ടുണ്ട് ആരെ? ആ ഇരിക്കുന്ന മനുഷ്യനെ. ഉണ്ടോ ഇല്ലയോ? പക്ഷെ ഒരു മാപ്പ് പോലും പറയാതെ അയാളുടെ അഹങ്കാരം അതിന് സമ്മതിച്ചില്ല. അയാളുടെ ഉള്ളിലുള്ള മായ അതിന് സമ്മതിച്ചില്ല. കേൾക്കുന്നുണ്ടോ ഇല്ലയോ? അതായത് നമ്മുടെ ഉള്ളില് അഹങ്കാരം ഒടുങ്ങിക്കഴിഞ്ഞാല് നമ്മൾ തല ഇങ്ങനെ തൂക്കിയിട്ടാ നിൽക്കുക. നോക്കിയാൽ അറിയാം, ഭക്തന്മാരെ നോക്കിയാൽ അറിയാം തല ഇങ്ങനെ തൂക്കിയിട്ട്. എന്താ കാരണം? ഉള്ളു നിറഞ്ഞിക്കണ കതിരിങ്ങനെയാ നിൽക്കുക. മനസ്സിലാവുണ്ടോ പറയണത്? ഉള്ളിലൊന്നുമില്ലാത്ത പതിരിങ്ങനെ കുത്തനെയാ നിൽക്കുക. അതിൻ്റെ അടുത്തേക്ക് അടുക്കണ്ട, ഒരു ഗുണവും ഉണ്ടാവില്ല. ഉള്ളു നിറഞ്ഞു നിൽക്കണതിൻ്റെ അടുത്തേക്ക് അടുത്തോളൂ. അങ്ങനെ തല തൂക്കിയിട്ട് എളിമയോടുകൂടി നിൽക്കുന്നത് കാണാം. ആ ഇരിക്കണ മനുഷ്യൻ ആ എളിമയോടുകൂടിയാ. അദ്ദേഹത്തോട് ഒരു എന്താ പറയുക, ഒരു നന്ദി വാക്ക് പോലും പറയാതെ അയാൾ ആ ബാഗ് ഇങ്ങോട്ട് വലിച്ചൂരി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഒറ്റ കാര്യം എനിക്ക് ഉറപ്പാ, നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ കൂടെ ഇല്ലേ? ഒറ്റ കാര്യം എനിക്ക് ഉറപ്പാ, അയാൾ നടന്നു പോകുമ്പോ 10,000 തവണ തന്നെ കുറിച്ച് ചിന്തിക്കുകയോ ഇല്ലയോ? തൻ്റെ തെറ്റിനെ കുറിച്ച് ചിന്തിക്കുകയോ ഇല്ലയോ? ഉള്ളിനെ മതിക്കുകയോ ഇല്ലയോ? അപ്പൊ ഒരു തെറ്റിലേക്ക് നമ്മൾ വഴുതി വീഴുമ്പോ കരേറാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അതും ചെയ്യണത്. മനസ്സിലാക്കി വെച്ചോളൂ, നന്നായിട്ട് മനസ്സിലാക്കി. ഒരാൾ താഴേക്ക് വീണു പോകുമ്പോ അയാളെ വിചാരം ഞാൻ വീണുന്നാ. അല്ല, ഉയരത്തിലേക്ക് കയറാനാ ഭഗവാൻ ഈ പണിയൊക്കെ ചെയ്യണത്, നമ്മളെ താഴത്തേക്ക് ഇടുന്നത്. ഒറ്റ കാര്യം മനസ്സിലാക്കി വെക്കണം. അജാമിളൻ ഒരൊറ്റ സുപ്രഭാതത്തിൽ നാമം ചൊല്ലിയിട്ട് രക്ഷപ്പെട്ടു എന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? മുണ്ടണില്ല. വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളും ഞാനും ഇപ്പൊ ഇവിടെ ഒത്തുകൂടിയത് നമ്മളെ കേമത്തരം കൊണ്ടാണെന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? മുണ്ടണില്ല. ആരും വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. തസ്യ ഇച്ഛാംബിന തൃണമഭിന കമ്പേത്. ഇത് നന്നാക്കി മനസ്സിലാക്കി വെച്ചോളൂ. അവന്റെ സങ്കല്പ ശക്തി ഇല്ലാണ്ട് ഒരു പുൽക്കൊടി പോലും അനങ്ങുകയില്ലെന്ന് ധരിക്കുക. അപ്പൊ ഈ ഇരിക്കുന്ന മഹാത്മാക്കളൊക്കെ മുൻജന്മത്തിൽ അടിച്ചു വെച്ച കല്ല. മനസ്സിലായില്ലേ പറഞ്ഞത്? മുൻജന്മത്തിൽ അടിച്ചു വെച്ച കല്ല്. ആ കല്ലുകൾക്ക് മാത്രമേ ഇവിടെ ഇരിക്കാൻ പറ്റൂ, അല്ലാത്തതൊക്കെ തട്ടിത്തിരിഞ്ഞു പോയിട്ടുണ്ടാവും. കാരണം അതിന് യോഗ്യരല്ലാത്തവരൊക്കെ ഈ യജ്ഞശാലയിൽ ഉണ്ടാവില്ല, ഒക്കെ തട്ടിത്തിരിഞ്ഞു പോയിട്ടുണ്ടാവും. ബട്ട് ഇരിക്കാൻ യോഗ്യൻ മാത്രം അവിടെ ഇരിക്കും. ബട്ട് ഇരിക്കാൻ ഞാൻ എപ്പോൾ യോഗ്യനാവണോ അവിടെ ഇരിക്കും. ഇല്ലെങ്കിൽ ഞാനും തട്ടിത്തിരിഞ്ഞു പോയിട്ടുണ്ടാവും. എന്നിട്ട് എത്താനേ എനിക്ക് പറ്റില്ല. ഇദ്ദേഹം നിമിത്തമായിട്ട് ഇവിടെ വരില്ല. മനസ്സിലാവുന്നുണ്ടോ പറയണത്? അപ്പൊ നിങ്ങളെ നമിച്ചിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അതാ. കാരണം സത്സംഗത്തിൽ ഇരിക്കുമ്പോൾ മഹാത്മാക്കളുണ്ട് എൻ്റെ മുന്നിൽ. എനിക്കറിയാം ആ അല്ലണം മഹാത്മാക്കളുണ്ട് എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. പക്ഷെ എന്താ സത്സംഗത്തിന്റെ മഹിമ? നിങ്ങളെ കാണുമ്പോൾ ഞാൻ ഉയരുന്നുണ്ട്. സത്സംഗത്വേ നിസ്സംഗത്വം നിസ്സംഗത്വേ നിർമോഹത്വം നിർമോഹത്വേ നിശ്ചലതത്വം. പറയൂ. നിശ്ചലതത്വേ ജീവൻ മുക്തി. ആ ജീവൻ മുക്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഒത്തുകൂടിയത്. അപ്പൊ അജാമിളൻ മുൻജന്മത്തിൽ അടിച്ചു വെച്ച കല്ല. അല്ലാഞ്ഞാൽ അവസാനം തൻ്റെ മകനെ നാരായണൻ എന്ന് വിളിക്കാൻ അയാളുടെ നാവിൽ തോന്നില്ല. തോന്നുവോ? മുണ്ടില്ല. തോന്നുവോ? പറയൂ. തോന്നുവോ? ഇല്ല, തോന്നില്ല. ആ ചിന്ത ഉള്ളിൽ വരുവോ? വരില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് ഒരു സാധാരണക്കാരൻ ഇറങ്ങിപ്പോണു. നമ്മളെ നെഞ്ചത്തൊരു വണ്ടി വന്ന് ഇടിക്കുകയെന്ന് വിചാരിച്ചാൽ മതി. ഇടിക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് മറഞ്ഞു വീഴുമ്പോൾ നമ്മൾ ആരെങ്കിലും നാരായണ എന്ന് വിളിക്കുവോ? ഉണ്ടണമില്ല. വിളിക്കുമായിരിക്കാം, ചിലർ വിളിക്കുമായിരിക്കാം. എല്ലാവരും വിളിക്കുവോ? വിളിക്കില്ല. മിക്കവാറും വിളിക്കണത് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ അമ്മയെന്ന് വിളിക്കുവോ? വിളിക്കില്ല. ഭഗവതി വന്ന് രക്ഷിക്കും. വിളിക്കില്ല. നമ്മൾ അമ്മയെന്ന് പോലും വിളിക്കില്ല. വിളിക്കുവോ? ഇല്ല. നമ്മളെ പഠിപ്പിച്ചൊരു നാമമുണ്ട്. നെഞ്ചത്ത് വണ്ടി വന്നിടിച്ച ആ നാമാണ് നമ്മൾ ചൊല്ലുക. അയ്യോട്ടും.
ഇവനെ ആര് രക്ഷിക്കും നിങ്ങൾ പറഞ്ഞു തരൂ, പറയൂ. ആസന്ന മരണമായി നിൽക്കുമ്പോ ആ ചിത്രം ഉള്ളിൽ വരണം, വേണോ വേണ്ടയോ? ആ നാമസ്മരണ ഉള്ളിൽ വരണം. അതിനുള്ള പരിശീലനമാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനാണ് ഈ സത്സംഗം പോലും, അല്ലാതെ വേറെ യാതൊന്നിനും വേണ്ടിയിട്ടല്ല. ഈ സ്മരണ വരാനാണ് കുടുംബം പോലും. പലരും ഇത് മറന്നുപോയി. കുടുംബം എന്ന് വെച്ചാല് അങ്ങനെ ജീവിച്ച് ഭക്ഷണമൊക്കെ കഴിക്കുക, അങ്ങനെ പോവുക. ഇതിനാണ് കുടുംബം എന്നാ പലരും വിചാരം. ഈ കുടുംബം ഉണ്ടാക്കിയിരിക്കുന്ന തന്നെ ഒന്നിച്ച് നീ എങ്ങോട്ട് കയറ്, ലക്ഷ്യത്തിലേക്ക് കയറ്. അതാണ്, ഒന്നിച്ച് നീ നിന്ന് ലക്ഷ്യത്തിലേക്ക് കയറ്. അതിനാണ് കുടുംബം ഉണ്ടാക്കിയത്. പലരുടെയും വിചാരം അങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ ജീവിക്കണം, വൈകുന്നേരമായ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി എന്തെങ്കിലും അവിടെ ഇവിടുന്ന് കഴിച്ചു, സന്ധ്യ ഇല്ല, വൈകുന്നേരത്തെ സന്ധ്യ ഇല്ല, രാവിലത്തെ സന്ധ്യ ഇല്ല, ഒന്നുമില്ല. നാക്കാലി കൂട്ടത്തെക്കാൾ കഷ്ടമായി പോകുമ്പോ വിളിക്കൂ അവനെ അജാ, പറയൂ മിളൻ. മറക്കരുത്, ഒന്നുകൂടി പറയാ. അവനെ വിളിക്കേണ്ട പേരെന്താ? അജാ മിളൻ. അതിന്ന് തിരിഞ്ഞവൻ അജ ആയി തീരുമ്പോൾ ആ ഈശ്വരത്വത്തിലേക്ക് അവൻ തിരിയുന്നു. വ്യക്തമാണല്ലോ ആശയം? ഈ കാര്യങ്ങൾ വ്യക്തമല്ലേ? തത്വബോധം ഉള്ളിൽ ഉദിക്കണം. നമ്മൾ ചാവണേന്റെ ഇടയിൽ ഇത് മനസ്സിലാക്കണം. ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് യതോവാ ഇമാനി ഭൂതാനി ജായന്തേ, അത് മനസ്സിലാക്കണം. എവിടുന്നാണ് നമ്മളൊക്കെ കടന്നു വന്നത് മനസ്സിലാക്കണം. യേന ജാതാനി ജീവന്തി, എങ്ങനെയാണ് നമ്മൾ പരിപാലിക്കപ്പെട്ടു പോണത് മനസ്സിലാക്കണം. പ്രയന്ത്യഭിസംവിശന്തി, മരിച്ചു കഴിഞ്ഞാൽ എന്താണ് ഗതി മനസ്സിലാക്കണം. തത് വിജ്ഞാസസ്വ, അതിനെ നീ വിചാരം ചെയ്യടോ. തത് ബ്രഹ്മേതി, അത് ഈശ്വരത്വമാണ്. ഇത് മനസ്സിലാവാതെ പോകുമ്പോഴാണ് അജാമിളൻ ഇല്ലാതെ വരുന്നത്. ഇങ്ങോട്ട് നോക്കിക്കോളൂ, ഈ വിരലൊന്ന് നോക്കുക. നമ്മളെ വീട്ടിലൊക്കെ പോയ അജാമിളന്മാരെ കാണാം, അങ്ങനെ അഹങ്കാരത്തിലും കാമത്തിലും ഒക്കെ നിൽക്കുന്നത്. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യത്തിൽ ഒരാളോട് ചൂടാവുമ്പോൾ നോക്കുക, ഈ വിരലാ പ്രവർത്തിക്കുക. മര്യാദയ്ക്ക് നിന്നോളോണ്ട്. നീ എന്താ മനസ്സിലാക്കി? എന്നോടാ നിന്റെ കളി. ഇതാണ് ഈ വിരല. അല്ലാതെ ആരെ ഇങ്ങനെ പറയുവോ? പറയൂ, എന്താ മര്യാദക്ക് ഇല്ല. ഇതാരാ? അപ്പൊ ഈ വിരലാരാ? എന്നിട്ട് നോക്കൂ, ഇവരെല്ലാരാ? അങ്ങനെ കുത്തനെ നിൽക്കണ മനസ്സിലാക്കിക്കോളൂ. അത് അഹങ്കാരം ഇങ്ങനെ നിൽക്കണേ, ബോധം ഉദിച്ചിട്ടില്ല. ഇതിനങ്ങോട്ട് വളയ്ക്കണം. ഏതിനെ? സാധനത്തിനങ്ങോട്ട് വളച്ചിട്ട് എങ്ങോട്ട് ആക്കണം? ഈ പരമാത്മാവാകുന്ന ഭഗവാൻകിലേക്ക് ഇങ്ങോട്ട് ഒട്ടിപ്പിക്കണം. വേണോ വേണ്ടയോ? നല്ല പണിയാ. കേട്ട് കാരണം അത്രയും അഴുക്ക് ഉള്ളിൽ പെട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ വന്നിരിക്കുമ്പോൾ അഴുക്ക് നമ്മളെ ഉള്ളിൽ പെട്ടിട്ടുണ്ട്. എവിടെ പോയാലും നമ്മളെ അഴുക്കാണ് നമ്മൾ ബാധിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഗുരുവായൂർ പോയി, ഒരു ചെറിയ ഉദാഹരണം നിങ്ങൾ കേൾക്കുന്നുണ്ടോ? എൻ്റെ കൂടെ അല്ലേ? എല്ലാവരും ഉഷാറായിട്ട് വരും. നമ്മൾ ഒന്നിച്ച് പോരണം. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകരുത്. ഒരു തത്വദർശനം ഉള്ളിൽ ഉദിക്കാൻ വേണ്ടിയിട്ടാണ്. ഗുരുവായൂർ പോയാൽ നമ്മൾ ആദ്യം നോക്കുക, ഗുരുവായൂരപ്പനെ കാണാൻ നോക്കുവോ? കൊണ്ടുവന്നില്ല. ഉണ്ടോ? റൂം തരപ്പെടുത്തുക. എവിടെയെങ്കിലും റൂമുണ്ടോ? ദേവസ്വത്തിന് കിട്ടിയ വലിയ സന്തോഷമായി. അത് കഴിഞ്ഞാൽ ഗുരുവായൂരപ്പനെ നോക്കുവോ? കൊണ്ടുവന്നില്ല. നോക്കുവോ? അജാമിളന്മാരാണ് നോക്കില്ല. കാരണം ഭക്ഷണം എവിടെയാന്ന് നോക്കും, നല്ല ഹോട്ടൽ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. സാധാരണക്കാരെ പറ്റിയാണ് ഞാൻ പറയണത്. നോക്കില്ലേ? ഹോട്ടൽ കൂടി കണ്ട ഭക്ഷണം കഴിച്ചു, പിന്നെ ഒന്ന് കുളിച്ചു, അപ്പോഴാ ഗുരുവായൂരപ്പനെ ഓർമ്മ വരുന്നത്. അന്നേരം ഇവിടുന്ന് ഒന്നും ഉടുക്കാത്ത വീതിയുള്ള കസവുണ്ടാവും, ഗുരുവായൂരിന്ന് ഉടുക്കാൻ വേണ്ടി വാങ്ങിയതാ. അങ്ങനെ ഉണ്ടാവും. വിരിച്ചു വെച്ചിട്ട് കഥകളിക്കാർ ഉടുക്കണമാതിരി ഇങ്ങോട്ട് ഉടുക്കും. എന്നിട്ട് ഇതുമ്മയ്ക്കൊരു നോട്ടം നോക്കും, എല്ലാവരെയും നോക്കും. ശരിയാണോ അല്ലയോ? ഏതുമ്മയ്ക്ക്? കസവുമ്മയ്ക്ക്. ഇതുമ്മ കുടുങ്ങി. ഏതുമ്മല്? കസവ്. ഇതുമ്മൽ നോക്കുന്നു, എല്ലാവരും എന്നെ നോക്കുന്നുണ്ടോ? ഇവൻ ഗുരുവായൂരപ്പനെ കാണാതെ കൂറ കപ്പൽ പോയ പോലെ തിരിച്ചു പോന്നു ഇല്ലയോ? അവിടുത്തെ കണ്ടില്ല, അവിടുത്തെ കാണാൻ നിന്നില്ല. വിരലിൽ എണ്ണാവുന്ന കുറച്ച് ആൾക്കാർ മാത്രമേ കാണണുള്ളൂ. ശ്രദ്ധിക്കൂ, നന്നായിട്ട് ശ്രദ്ധിക്കൂ. ഇനി ഇത് ഇല്ലാത്തോനോ? വീതിയുള്ള കസവില്ലാത്തവരും ഉണ്ടാവുമല്ലോ ഗുരുവായൂർ പോണവര്. അവരെ നടപ്പന്തല്ല് നോക്കിയാൽ കാണാം, ഉള്ളോനെങ്ങനെ നോക്കിക്കൂ. അവരും ഉള്ളിൽ കല്ലിട്ടു. എന്താ കല്ലിടുന്നത്? എൻ്റെ ഭർത്താവിനോട് എത്ര കാലമായി ഇങ്ങനത്തേതൊന്നും വാങ്ങിത്തരാൻ പറയുന്നു. ദൂഷ്ടൻ കാലമാടൻ വാങ്ങിത്തരില്ല. ഒരുപാട് കല്ല് ഉള്ളിലിട്ടു. അയാളും പുറത്തേക്ക് ഇറങ്ങി. ആത്മാനം രഥിനം വിദ്ധി. ഈ ആത്മാവാണ് ഈ രഥത്തിന്റെ ഉള്ളിലിരിക്കുന്നത്. ശരീരം രഥമേവതൂ, ഈ ശരീരമാണ് രഥം. ഇന്ദ്രിയാണി ഹയാണാഹുർ വിഷയാം സ്ഥേഷു ഗോചരാൻ. ഇത് പഠിച്ചു വെച്ചാൽ നമ്മൾ അതിന്നൊക്കെ പിൻവാങ്ങി സ്വസ്ഥമായിട്ടിരിക്കും. മനസ്സിലാവുണ്ടോ? അതുകൊണ്ടാണ് ഗുരുവായൂരിലെ ശ്രീകോവിലൊന്ന് പോയി നോക്കുക. ഞാനിപ്പോൾ നേരത്തെ ഗുരുവായൂരിനെ പറ്റി പറഞ്ഞില്ലേ, അജാമിളന്മാരെ സൃഷ്ടിക്കുന്ന ഇത്. ഗുരുവായൂരിലെ ശ്രീകോവിൽ നോക്കിയിട്ടുണ്ടോ ആരെങ്കിലും? അതേ നോക്കിയിട്ടുള്ളൂ, ഗുരുവായൂരപ്പനെ കണ്ടിട്ടില്ല. ഉണ്ടോ? ഇല്ല. ഗുരുവായൂരിലെ ശ്രീകോവിലൊന്ന് നോക്കുക. ആ ശ്രീകോവിലിന്റെ മുകളിൽ ലോകത്തിലെ ടോപ്പ് ശ്ലീലും അശ്ലീലും കൊത്തിവെച്ചിട്ടുണ്ട്.
ശരിയാണോ അല്ലയോ? പറയൂ, ശരിയാണോ അല്ലയോ? അപ്പൊ നമ്മൾ പറയും അയ്യയ്യേ വിവരമില്ലാത്തവര് എന്ന്. തെറ്റ്. ഈ ശ്രീകോവിൽ എന്ന് പറയണത്, ഒരു ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ എന്ന് പറയണത് മനസ്സിന്റെ പ്രതീകമാണ്. ഇത് പഠിച്ചു വെക്കണം, മനസ്സിന്റെ പ്രതീകമാണ്. മനസ്സിൽ നല്ല ചിന്ത മാത്രമേ കടന്നു വരുള്ളൂ. അങ്ങനെയാണ് ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് എന്താ കാര്യം? എഴുന്നേറ്റ് പോവാ. നമ്മളെ ഒരു ദിവസം നമ്മളെ ഉള്ളിൽ വരുന്ന ചിന്തയുടെ 99% വേണ്ടാത്ത ചിന്തയാ. ശരിയാണോ അല്ലയോ? 1%, നിങ്ങൾ ഇന്ന് ചിന്തിച്ച ചിന്തയൊന്ന് നോക്കുക, അതിൽ എത്ര ശതമാനം നമുക്ക് വേണ്ടതുണ്ട് എന്നൊന്ന് ഇവിടെ ഇരുന്നൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 99% വേണ്ടാത്ത ചിന്തയാ. അതിൻ്റെ ബാക്കിലാ പോണത്. നല്ല ചിന്തയെ പ്രോത്സാഹിപ്പിക്കണില്ല. ഉണ്ടോ? പറയൂ. ഉണ്ടോ? ഉണ്ടോ? ഇല്ല. ഇതാണ് കുഴപ്പം. അവിടെ അജാമിളന്മാരുണ്ടാവുന്നു. അതാണ് പ്രശ്നം. അപ്പൊ നോക്കൂ, ആ മനസ്സാണ് ശ്രീകോവില്. എന്നിട്ട് ഭഗവാൻ കൃഷ്ണൻ ഉള്ളിലിരുന്ന് വിളിച്ചു പറയണു, ഭക്താ നീ ആ ശ്രീകോവിലിന്റെ പിടിയിൽ പെടല്ല, മനസ്സിന്റെ പിടിയിൽ പെടല്ല. സാധന ചെയ്ത് അതിനെ അതിക്രമിച്ച്, ശ്രവണമനന നിധിധ്യാസത്തിലൂടെ അതിനെ അതിക്രമിച്ച് നീ ഉള്ളിലേക്ക് നോക്ക്. ഏതിൻ്റെ ഉള്ളിലേക്ക്? ശ്രീകോവിലിന്റെ ഉള്ളിലേക്ക് നോക്ക്. ഹൃദി അയം. അങ്ങനെയാണത്രേ ഹൃദയം എന്നുള്ള വാക്കുണ്ടായത്. ഹൃദി അയം. ബട ഞാനുണ്ട്. എന്താ ഹൃദയം എന്നുള്ള വാക്കിന്റെ അർത്ഥം? ഹൃദി അയം. ബട ഞാനുണ്ട്. എവിടെ? ആ ശ്രീകോവിലിന്റെ ഉള്ളിൽ, പുറത്തല്ല. ശ്രീകോവിലിന്റെ മുകളിലല്ല നോക്കേണ്ടത്, അത് മനസ്സാ. അതിനെ അതിക്രമിച്ചുള്ളിലേക്ക് നോക്കണം. ഹൃദയത്തിലാണ് ഞാനുള്ളത്. ഒറ്റ ചോദ്യം ഇവിടെ ഇരിക്കുന്നവരോട് ചോദിക്കട്ടെ, നമുക്ക് നല്ല ചിന്തകൾ വരിക മനസ്സെന്നാണോ ഹൃദയത്തിൽ നിന്നാണോ? ആര് പറഞ്ഞു മനസ്സെന്ന്? ഒരിക്കലും അല്ല, ഹൃദയത്തിൽ നിന്നാണ്. ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ ഞങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും. നമ്മൾ വീട് ഭാഗം വെക്കണ പരിപാടിയുണ്ട്. സ്വത്ത്, പണ്ടത്തെ കാലത്ത് സ്വത്ത് ഭാഗം വെക്കണ പരിപാടി ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. മനസ്സാണോ ഹൃദയമാണോ പ്രവർത്തിക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. അജാമിളനെ കാണാൻ ഇവിടെ ഇത് കാണണം. അപ്പൊ എത്ര അജാമിളന്മാരുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ലോകത്ത് എത്ര ആൾക്കാരുണ്ട്. നമ്മളെ വീട്ടിൽ നോക്കി അവിടെ ഉണ്ടാവും 2-3 എണ്ണം. നമ്മൾ ചിലപ്പോൾ അതിൽ ഭാഗവാക്കായിരിക്കും. അതൊന്ന് ഉയരണം. അതിന് വേണ്ടിയിട്ട് ഈ സത്സംഗം കേൾക്കണ്ടോ ഇല്ലയോ? അജാമിളത്വത്തൊന്ന് ഉയരണം, അജ ആയിത്തീരണം, ഭഗവാനോട് ചേർന്ന് നിൽക്കണം. വീട് ഭാഗം വെക്കുമ്പോൾ 10 സെന്റ് മാറ്റിയിടും. പണ്ടിട്ടോ, ഇപ്പം അതിനൊന്നും സെന്റൊന്നും ഉണ്ടാവില്ല. ആകെ 3 സെന്റേ ഉണ്ടാവുള്ളൂ മിക്കവാറും. പണ്ടൊരു 10 സെന്റ് അവിടെ മാറ്റിയിടുകയോ ഇല്ലയോ? എന്തിനാ അത്? അച്ഛനെയും അമ്മേനെയും നോക്കണവർക്ക്. അപ്പം മൂത്ത മോങ്ങനെ ഇരുന്ന് ചിന്തിച്ചു, അച്ഛനും അമ്മയും ഇനി ജീവിക്കാവുന്ന കാലപരിധി ഏറിയാൽ ഒരു 20 വർഷം. 20 വർഷത്തേക്ക് ഓരോ മാസം അവർക്ക് കൊടുക്കേണ്ട ചെലവ് മനസ്സുകൊണ്ട് കണക്കൂട്ടി. നിങ്ങൾ കേൾക്കണ്ടില്ല? കണക്കൂട്ടിയിട്ട് ഒന്ന് കിഴിച്ചു നോക്കി. അപ്പം ഇത്ര റുപ്യ. ഈ 10 സെന്റിന്, ഏത് 10 സെന്റ് ഉണ്ടല്ല, ഈ 10 സെന്റിന് അന്നത്തെ മാർക്കറ്റ് റേറ്റ്, എന്നത്തെ ഇവർ ജാവുമ്പോഴുള്ള മാർക്കറ്റ് റേറ്റ്. അപ്പം അത് രണ്ടും കൂടി കൂട്ടിയിട്ട് ഇങ്ങോട്ട് കിഴിച്ചിട്ട് വല്ല ലാഭം എനിക്കുണ്ട് വെച്ചാൽ പറയൂ, ഇവരെയൊക്കെ ഞാൻ നോക്കിക്കോളാം. അല്ല, ആരാച്ച എടുത്തോ 10 സെന്റ്, ആരാച്ച എടുത്തോ. ഇയാൾ മനസ്സുകൊണ്ടാണോ ഹൃദയം കൊണ്ടാണോ ചിന്തിച്ചത്? പറയൂ. മനസ്സോണ്ടാ. കാരണം അയാൾ കണക്കുകൂട്ടുക ചെയ്തത്. കണക്കുകൂട്ടലൊക്കെ മനസ്സെന്നാ വരിക. കണക്കുകൂട്ടൽ എനിക്കെന്ത് മെച്ചം എന്നുള്ള ചിന്തയൊക്കെ വരിക മനസ്സെന്നാ. എന്നാൽ അവിടെ അനിയൻകുട്ടിയുണ്ട്, ഇതിൻ്റെ നേരെ താഴെ ഉള്ളത്. അതിങ്ങനെ ചിന്തിച്ചു, എനിക്കൊരു 10 സെന്റും വേണ്ട. കാരണം അവരെനിക്ക് ജന്മം നൽകിയതിനെ കൊണ്ടാണ് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിഞ്ഞത്, ഈ ലോകം കാണാനും കഴിഞ്ഞത്. അസ്ഥാം താവതീയം പ്രസൂതി സമയേ ദുർവാര ശൂലവ്യഥ നൈരുച്യം തനുശോഷണം മലമയീം ശയ്യാച സംവത്സരീം ഏകസ്യാവിന ഗർഭഭാര ഭരണ ക്ലേശസ്യ യസ്യ ക്ഷമോദാതും നിഷ്കൃതി മുന്നതോപി തനയ തസ്യൈ ജനന്യൈ നമഃ തസ്യൈ ജനന്യൈ നമ. വേദവാക്യത്തെ അക്ഷരം പ്രതി അനുസരിച്ചു കുട്ടി. നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഞാൻ പറയണത്? എന്ന് വെച്ചാൽ അർത്ഥം, തൻ്റെ അച്ഛനും അമ്മയും നോക്കണതിന് ഒരു ലാഭവും ആർക്ക് വേണ്ട? എനിക്ക് വേണ്ട. ഒരു ലാഭവും എനിക്ക് വേണ്ട. അവരെ ഞാൻ നെഞ്ചോട് ചേർത്ത് നിർത്തി ജീവിതത്തിൽ മുന്നോട്ട് പോകുമെന്നൊരാൾ ചിന്തിച്ചാൽ അച്ചിന്ത ഹൃദയത്തിൽ നിന്നാണോ മനസ്സിൽ നിന്നാണോ വരുന്നത്? പറയൂ. ഹൃദയത്തിൽ നിന്നാ. അപ്പം ഞാൻ ചോദിക്കട്ടെ, നല്ല ചിന്ത ഹൃദയത്തിൽ നിന്നാണോ മനസ്സിൽ നിന്നാണോ വരിക? ഹൃദയത്തിൽ നിന്നാ വരിക. മനസ്സിന്ന് നല്ല ചിന്ത വന്നോളണം എന്നില്ല. എവിടുന്നാ വരിക? ഹൃദയത്തിൽ നിന്ന്. ഇപ്പോൾ ഒരാളിപ്പോൾ ഇവിടെ വീണ് കിടക്കണം, അയ്യോ വീണുവല്ലോ, അദ്ദേഹത്തെ രക്ഷിക്കണമല്ലോ എന്നുള്ള ചിന്ത വരുന്നത് ഹൃദയത്തിൽ നിന്നാണ്. നേരെ മറിച്ച് മനസ്സുകൊണ്ട് ചിന്തിക്കണവനാണെങ്കിൽ ഇങ്ങനെ നോക്കും, അയാളപ്പോൾ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് ഇക്കെന്താ മെച്ചം, കുറേ ആൾക്കാർ ഇപ്പോൾ അവിടെ വേറെ ഇല്ലേ, വേണമെങ്കിൽ എഴുന്നേൽപ്പിച്ചോട്ടെ,
ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് വെച്ചാൽ അയാൾ മനസ്സുകൊണ്ടാണ്, പറയൂ, മനസ്സുകൊണ്ടാണ് ചിന്തിക്കുന്നത്. മനസ്സിലാവില്ലേ? ഹൃദയം കൊണ്ട് ചിന്തിക്കാൻ കഴിയുന്നവനെ ഭക്തൻ എന്ന് വിളിക്കുന്നു. അവൻ അജാമിളത്വത്തിൽ നിന്ന് ഉയർന്ന് അജ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു, ഈശ്വരത്വത്തിലേക്ക് എത്തിയിരിക്കുന്നു. എന്ന് വെച്ചാൽ 3 വിരലിനോട് അയാൾ ഗുഡ് ബൈ പറയും. 3 വിരലിനോട് അയാൾ ഗുഡ് ബൈ പറയും. അല്ലാത്ത സമയത്ത് അയാൾ 3 വിരലായിട്ട് ചേർന്ന് നിൽക്കും. അജാമിളനാണോ 3 എണ്ണത്തോട് ചേർന്ന് നിൽക്കും. സത്വരജസ്തമോ ഗുണത്തോട് ചേർന്ന് നിൽക്കുന്നവനെ അജാമിളൻ എന്ന് വിളിക്കൂ. സത്വരജസ്തമോ ഗുണാദികളിൽ നിന്ന് ഗുണാതീതാവസ്ഥയിലേക്ക് തിരിഞ്ഞവനെ അജ എന്ന് വിളിക്കൂ. ഉറങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലല്ലോ അല്ലേ? മുന്നോട്ട് പോരുണ്ടല്ലോ, ഒന്നിച്ച് പോരട്ടെ. ശ്രദ്ധ വിടരുത്. നട്ടലൊക്കെ നിവർത്തി കണ്ണ് കൂർപ്പിച്ച് കാത് കൂർപ്പിച്ച് കേൾക്കുക. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു വെളിവ് വേണം. അപ്പ ചോദ്യം, അജാമിളൻ എന്തേ ഇതൊന്നും മനസ്സിലാവാതെ പോയത്? അജാമിളന് ഞാൻ ആരാന്നുള്ള ഉണ്ടായോ? അജാമിളന് പറ്റിയ അമളി ആർക്കും പറ്റിയിട്ടുണ്ട്. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിക്ക് പറ്റിയിട്ടുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഞങ്ങൾ ഉണ്ടോ ഇല്ലയോ? മേൽപ്പത്തൂര് വിവാഹം കഴിക്കുന്നുണ്ട്. ഉണ്ടോ ഇല്ലയോ? കഴിച്ച സമയത്ത് ശാസ്ത്ര പഠനത്തൊന്നും ശാസ്ത്രചിന്തയിൽ നിന്നൊക്കെ മാറിപ്പോയി. ചന്ദനക്കാവ് അമ്പലത്തിൽ പോകുമ്പോൾ ഞാനത് ചിന്തിക്കാറുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെയാണ് അമ്പലം അത്. ചന്ദനക്കാവ് ക്ഷേത്രങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. മലപ്പുറത്തിനടുത്താണത്. അവിടെ അനവധി തവണ പോയിട്ടുണ്ട് സംസാരിക്കാൻ. ക്ഷേത്ര സമുച്ചയമാണ്. അദ്ദേഹം വരച്ചൊരു ചിത്രമുണ്ട് അവിടുത്തെ ശ്രീകോവിലിൻ്റെ മുകളിൽ. ആര്? മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി മഹാപ്രതിഭ വരച്ച ചിത്രമുണ്ട്. അദ്ദേഹം വിവാഹം കഴിഞ്ഞതോടുകൂടി സന്ധ്യാവന്തനം മറന്നു. വിവാഹം കഴിഞ്ഞാൽ സന്ധ്യാവന്തനം മറക്കേണ്ട ആവശ്യമില്ല. ഉണ്ടോ? ഇല്ല. ഭോഗലാലസതയിൽപ്പെട്ട് സന്ധ്യാവന്തനാദികൾ മറന്നു. ആ ഗുരുനാഥൻ, സ്വന്തം അമ്മാവൻ, അവിടെ ക്ലാസ് എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ നേരത്തെ എഴുന്നേൽക്കേണ്ട കക്ഷി നേരം വൈകി ഇത് കൂടി ചാടി അങ്ങോട്ട് പോകും. ഈ കൂടെ ക്ലാസ് എടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടി ചാടി അങ്ങോട്ട് പോകും. ഒരു ദിവസം ഗുരുനാഥന് ദേഷ്യം വന്നു. ആർക്ക്? അമ്മാവന് ദേഷ്യം. നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഞാൻ പറയണത്? അമ്മാവന് ദേഷ്യം വന്നിട്ട് ഒറ്റ കാര്യം അങ്ങോട്ട് പറഞ്ഞു മേൽപ്പത്തൂരിനോട്. എന്താ പറഞ്ഞറിയോ? അതാണ് ഞാൻ പറഞ്ഞ അജാമിളത്വത്തിൽ നിന്ന് മാറ്റുന്ന ഒരൊറ്റ വാക്കായിരിക്കും ഗുരുനാഥൻ്റേത്. ശരിയാണോ അല്ലയോ? നമ്മളെ കണ്ണ് തുറപ്പിക്കുന്ന ഒരൊറ്റ വാക്കായിരിക്കും ഗുരുനാഥൻ്റേത്. ആ വാക്കങ്ങോട്ട് കേട്ട ചിലരൊക്കെ സ്ഫുലിംഗം പോലെ ഉണരും, ഉറപ്പായിട്ട് ഉണരും. ആ ഉണർന്ന് ലക്ഷ്യത്തിലേക്ക് കടക്കും. അതിനാ സത്സംഗം. മനസ്സിലാവുണ്ടല്ലോ പറയണത്? അവിടെ എന്തേ സംഭവിച്ചു? ഇങ്ങോട്ട് വിളിച്ചു അത്ര മേൽപ്പത്തൂരിനെ അങ്ങോട്ട് വിളിച്ചു. അന്ന് ഇത്രയൊന്നും കേമനല്ല. ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, മനുഷ്യജന്മം കിട്ടിയിട്ട് മൃഗത്തിൻ്റെ മാതിരി ജീവിക്കുന്നുവല്ലോ. നമ്മളോടറ്റാ പറഞ്ഞ വെച്ചാൽ അമ്മാവൻ്റെ മെക്കെട്ട് നമ്മൾ അങ്ങോട്ട് കയറിയിട്ടുണ്ടാവും. ഉറപ്പല്ലേ? കയറും. പക്ഷേ പൂർവജന്മത്തിലെ സുഹൃതിയായ ആർക്ക്? മേൽപ്പത്തൂരിന് പെട്ടെന്നുള്ളിൽ ബോധം വന്നു. ശരിയാണ്. അവിടെ നിങ്ങട്ട് തിരിഞ്ഞ് ചിന്തിച്ച് ഗുരുനാഥനോടൊപ്പം നിന്ന് ശാസ്ത്രം പഠിച്ചു. കേൾക്കണ്ടോ ഇല്ലയോ? അറിവ് സമ്പാദിച്ചു, ഈശ്വരത്വത്തിലേക്ക് മുഖം തിരിച്ചു. അസമയത്താണ് വാതരോഗം വരികയും ആർക്ക്? ഗുരുനാഥന്. അത് ഏറ്റെടുക്കുകയും ചെയ്ത് ഗുരുവായൂരിലേക്ക് പ്രവേശിക്കണത്. മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അജാമിളനെ പോലെ തന്നെ നാമമഹിമയിൽ ഉറച്ചു നിന്ന് മേൽപ്പത്തൂരും വാതരോഗത്തിന്റെ പുറത്തേക്ക് കടന്നോ ഇല്ലയോ? പറയൂ, കടന്നോ ഇല്ലയോ? ഗുരുവായൂരിലെ ക്ഷേത്ര നടക്കൽ പോയി ഇരുന്ന് ഭാഗവതത്തെ 100 ദശകങ്ങളാക്കി ചമയ്ക്കുക. ആ ചമയ്ക്കുന്ന തപസ് ഏറ്റെടുത്തു ആര്? മേൽപ്പത്തൂര്. അതിന്റെ 1ാമത്തെ ദശകത്തില് അദ്ദേഹം തുടങ്ങണത് ശ്രദ്ധിക്കൂ. സ്തുതിക്കുക ചെയ്യണത്. അനുഭവത്തിൽ നിന്നല്ല പറയണത്, സ്തുതിക്കുകയാണ്. 1ാമത്തെ ദശകത്തിന്റെ തുടക്കത്തില് ഓം സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവതിഭ്യാം നിർമുക്തം നിത്യമുക്തം നികമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനാം. ഇത് സ്തുതിക്കുകയാണ്. ഉള്ളിന്ന് തട്ടിയിട്ടല്ല വരണത്. കേൾക്കണ്ടോ ഇല്ലയോ? അങ്ങനെ വന്നു. 2ാമത്തെ ദശകത്തിലെത്തിയപ്പോൾ വാതരോഗം കലശലായി. അപ്പൊ വാതാലേശാന്ന് വിളിച്ച് വീണ്ടും ചമയ്ക്കാൻ തുടങ്ങി. വിട്ടില്ല. അങ്ങനെ മൂലാധാരം ഉണർന്നു. നാമം ചൊല്ലിയ മൂലാധാരം തട്ടി ഉണർന്നു കഴിഞ്ഞാൽ ആ സഹസ്രാരത്തിലെ നാരായണത്വത്തിലേക്ക് അവൻ അറിയാതെ പ്രവേശിക്കും. സംശയമൊന്നും വേണ്ട, അറിയാതെ ആ നാരായണത്വത്തിലേക്ക് അവൻ പ്രവേശിക്കും. ഇതിനാണ് ജീവിതം.
ശ്രദ്ധിക്കണേ, എല്ലാവരും ശ്രദ്ധിക്കണം. എന്നാലേ ഭാഗവതം എന്താന്ന് മനസ്സിലാവുള്ളൂ. ഇല്ലെങ്കിൽ ഒരു എത്തും പിടിയും കിട്ടില്ല. ഒന്നിച്ച് പോരട്ടെ. അവിടെ ഇരുന്നിട്ട് അവസാനത്തെ ദശകമാര് ചമയ്ക്കുന്നുണ്ട്. പറയൂ, ആര് ചമയ്ക്കുന്നുണ്ട്? മേൽപ്പത്തൂര്. അതിൻ്റെ ഇടയിൽ ചെറിയൊരു അഹങ്കാരം വന്നു. എന്താ അഹങ്കാരം? താൻ വലിയ പണ്ഡിതനാണ് എന്നുള്ളൊരു തോന്നലുള്ളിൽ വന്നോ ഇല്ലയോ? അഹങ്കാരം മുടിത്തുമ്പോളെന്ന മുടിയുമലാണ് നമ്മുടെ അഹങ്കാരമൊക്കെ. ശരിയല്ലേ? ആണോ അല്ലയോ? മുടിയിലാണ് അഹങ്കാരം. ഒരു അഹങ്കാരവും വേണ്ട. അതുകൊണ്ടാണ് ശങ്കരാചാര്യ സ്വാമികൾ കാശിയിലിരിക്കുന്ന പണ്ഡിതനോട് ഉറക്ക പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഡുക്രിഞ്ഞ് കരണേ, ഡുക്രിഞ്ഞ് കരണേ, ഡുക്രിഞ്ഞ് കരണേ. ജപിച്ചോണ്ടിരിക്കുന്ന മഹാപണ്ഡിതന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ബാലസ്വരൂപിയായ മഹാശങ്കരൻ, ആ അദ്വൈതത്തിന്റെ ആ പരമകാഷ്ഠയിലെത്തിയ ആചാര്യ ഭഗവത്പാദര് ഉറക്ക പറഞ്ഞു, ഭജ ഗോവിന്ദം, ഭജ ഗോവിന്ദം, ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുക്രിഞ്ഞ് കരണേ. നീ ആ ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ ഡുക്രിഞ്ഞ് കരണേ, ഡുക്രിഞ്ഞ് കരണേ, അത് നിന്നെ രക്ഷിക്കില്ലടോ. നീ എന്ത് ചൊല്ല്? നാരായണനെ ജപിക്ക്. മനസ്സിലാവണുണ്ടോ പറയണ വലിയ തത്വത്തെ? ഇതിങ്ങനെ ഇരുന്നിട്ട് വലിയ പണ്ഡിതനാഥാൻ എന്നുള്ള എനിക്ക് ഡുക്രിഞ്ഞ് കരണേ, ഡുക്രിഞ്ഞ് കരണേ, ഡുക്രിഞ്ഞ് കരണേ, ഇതിങ്ങനെ പഠിക്കുക. എന്ത് കാര്യം? അപ്പോൾ പഠിക്കണ്ടേന്ന് നിങ്ങൾ ചോദിക്കും. വേണം. വേദം എൻ്റെ കൂടെ പോരില്ലേ? ഇത്തിരി സമയം എടുക്കാമല്ലോ അല്ലേ? അരവരെ പോകാമല്ലോ അല്ലേ? നോക്കൂ, വേദം 2 വിദ്യകളെക്കുറിച്ചാണ് പറയണത്. ഇത് വേദത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നന്നായിട്ട് മനസ്സിലാവും. വേദം 2 വിദ്യകളെക്കുറിച്ചാണ് പറയണത്. നോക്കൂ, പഴയ കാലത്ത് വേദത്തിൽ ഇത് പറയണത് ഈ രീതിയിലാണ്. ഇങ്ങോട്ട് ശ്രദ്ധിച്ച് കേൾക്കണം. കുറച്ച് കടുപ്പത്തിലേക്കാണ് നമ്മൾ ഇനി പോണത്. വേദത്തിൽ 2, അതായത് ഒരു ആചാര്യനോട് ശിഷ്യൻ ചോദിക്കുന്ന ചോദ്യ രൂപത്തിലാണ് എന്ത് വിദ്യയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്ന് പറയണത്. ശൗനകൻ എന്ന് പറഞ്ഞാൽ ഒരാളുടെ പേരാ. ശൗനകൻ ഗൃഹസ്ഥാശ്രമി, നമ്മളെപ്പോലെ ഗൃഹസ്ഥനായ ശൗനകൻ അങ്കിരസ് എന്ന ഗുരുവിൻ്റെ അടുത്ത് എന്ന് ചോദിക്കുകയാണ്. ആ ഗുരു അങ്കിരസിന്റെ അടുത്ത് എന്ന് ചോദിക്കുകയാണ്. എന്താ ചോദ്യം? കസ്മിന്നോ ഭഗവോ വിജ്ഞാതേ സർവമിതം വിജ്ഞാതം ഭവതീതി ആണ് ചോദ്യം. എന്താ ചോദ്യം? പറയൂ, എന്താ ചോദ്യം? കസ്മിന്നു ഭഗവോ സംസ്കൃത ലേശം പറയണ ബുദ്ധിമുട്ടില്ലല്ലോ, കേട്ടിരുന്നൂടെ? കസ്മിന്നു ഭഗവോ വിജ്ഞാതേ സർവമിതം വിജ്ഞാതം ഭവതീതി. എന്തൊന്നറിഞ്ഞു കഴിഞ്ഞാലാണ് ഈ കാണായ യൂണിവേഴ്സിനെ മുഴുവനും, ഈ പ്രപഞ്ച സത്യത്തെ മുഴുവനും അറിയാറായിത്തീരുന്നത്? അതിനെ എനിക്ക് പറഞ്ഞു തന്നാലും എന്ന് ശൗനകൻ പറഞ്ഞപ്പോ ഗുരു തിരിച്ചു മറുപടി പറയുകയാണ്. ശ്രദ്ധിക്കണേ, നന്നായിട്ട് ശ്രദ്ധിക്കണം. ഗുരു തിരിച്ചു മറുപടി പറയാണ്. എന്താ മറുപടി? ദ്വേ വിദ്യേ വേതിതവ്യേ. ഈ ലോകത്ത് 2 വിദ്യകൾ മാത്രമേ അറിയപ്പെടേണ്ടതുള്ളൂ. മൂന്നാമതൊരു വിദ്യ ഇല്ല അറിയപ്പെടേണ്ടതായിട്ട്. ഏതാ ഈ 2 വിദ്യ? ഗുരു പറഞ്ഞു കൊടുക്കുകയാണ്. പരാ ചൈവ പരാച. 2 വിദ്യ. ഒന്നെന്താ? പരാ. 2 അപരാ. അതായത് പരാ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായ വിദ്യ, അപരാ എന്ന് വെച്ചാൽ അത്ര ശ്രേഷ്ഠമല്ലാത്ത വിദ്യ. ഒന്നുകൂടെ പറയാ. പരാ അപര. ഏതാ 2 വിദ്യ? പരാ അപര. മനസ്സിലാവുണ്ടല്ലോ? അതിൽ പര ശ്രേഷ്ഠം. കേൾക്കുണ്ടോ ഇല്ലയോ? മനസ്സിലാക്കി വെക്കൂ. അപര അത്ര ശ്രേഷ്ഠമല്ല. എന്നിട്ട് ഗുരു പറഞ്ഞു കൊടുത്തു എന്താണ് അപരാവിദ്യ എന്നാണ് ഇനി പറഞ്ഞു കൊടുക്കുന്നത്. ഇത് ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ശ്രദ്ധിച്ച് കേൾക്കണേ. എന്താ അപരാവിദ്യ? തത്രാപരാ. ഗുരു പറയുകയാണ്. ഋഗ്വേദോ യജുർവേദോ സാമവേദോ അഥർവ. 4 വേദായില്ലേ? 4 വേദായോ ഇല്ലയോ? ഇനി ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ. ശിക്ഷാകൽപ്പം വ്യാകരണം നിരുക്തം ഛന്ദോ ജ്യോതിഷമിതി. 6 വേദാംഗങ്ങളായില്ലേ? ഉണ്ടറില്ല ഞങ്ങള് അയ്യോ ഇല്ലയോ? അതായത് 4 വേദം. ഋഗ്വേദോ യജുർവേദോ സാമവേദോ അഥർവ. അപ്പൊ 4 വേദം. ശിക്ഷാകൽപ്പം വ്യാകരണം നിരുക്തം ഛന്ദോ ജ്യോതിഷമിതി. 6 വേദാംഗങ്ങൾ. ഇത് ഇത്രയും ഇങ്ങോട്ട് പഠിച്ചെടുത്താൽ അതെന്ത് വിദ്യയാവുള്ളൂ? അപരാവിദ്യയാവുള്ളൂ. എന്താവില്ല? പരാവിദ്യയാവില്ല. മനസ്സിലാവുണ്ടോ പറയണത്? ഇത് ഈ വേദം മുഴുവൻ ഇങ്ങോട്ട് പഠിച്ചെടുത്താൽ തന്നെ അത് അപരാവിദ്യയാവുള്ളൂ. അപ്പം നിങ്ങൾ എന്നോടൊരു ചോദ്യം ചോദിക്കും, എന്താ ഈ വേദവിദ്യ എന്ന് പറഞ്ഞാൽ? ആധുനികർക്ക് മനസ്സിലാവാൻ വേണ്ടി, ഇവിടെ ചെറുപ്പക്കാരിയ്ക്കുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ പഠിച്ചാൽ അപരാവിദ്യയാവുള്ളൂ. അത് നമുക്ക് ജീവിതാനുസന്ധാനത്തിന് മാത്രമേ ഉപകാരപ്രദമാവുള്ളൂ. അപ്പൊ അത് വേണ്ടേ? വേണ്ടേ?
തീർച്ചയായിട്ടും വേണം. അതിന് ഒഴിവാക്കരുത്. നന്നാക്കി പഠിച്ചെടുക്കണം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് എല്ലാം നന്നാക്കി അടിപൊളിയായിട്ട് പഠിച്ചെടുക്കണം. ഒപ്പം എന്തിനേയും കൊണ്ടോണം, ഒപ്പം എന്തിനേയും പഠിച്ചെടുക്കണം. ശ്രേഷ്ഠമായ പരാവിദ്യയെ പഠിച്ചെടുക്കണം. ഇത് പഠിക്കാതെ പോയതാ നമുക്ക് പറ്റിപ്പോയ കുഴപ്പം. എന്താ പരാവിദ്യ? ശ്രദ്ധിച്ചോളൂ, ഗുരു പറഞ്ഞു കൊടുക്കുകയാണേ. പരാവിദ്യ എന്താന്നാ പറഞ്ഞു കൊടുക്കണം. എന്താ പരാവിദ്യ? അധഃ പരാ, പരയെ പറഞ്ഞു കൊടുക്കുകയാണ്. അധഃ പരാ യയാ തദക്ഷരമധിഗമ്യതേ. ഇത് മനസ്സിലാക്കി വെച്ചോളൂ. ക്ഷരമില്ലാത്തതിനെ, നാശമില്ലാത്തതിനെ പ്രാപിക്കലാണ് പരാവിദ്യ. ഇതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം. പറഞ്ഞ മനസ്സിലായില്ലേ? മറ്റേത് ആ ലക്ഷ്യത്തിലേക്കുള്ള ലക്ഷ്യത്തിലേക്ക് നമുക്ക് നടന്നെടുക്കാനുള്ള ഉപാധി മാത്രമാണ് ഏത്? പറയൂ, ഏത്? അപരാവിദ്യ. ഇതുകൊണ്ടാണ് ഇരുമുടിക്കെട്ടിന് 2 കെട്ടുണ്ടായത്. ശ്രദ്ധിച്ച് പഠിക്കണം. നമ്മുടെ ശാസ്ത്രമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഗംഭീരമാണ് അതിൻ്റെ രീതി. അതിലേക്ക് ആഴത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാണ്ടല്ലോ രോമം അങ്ങനെ എഴുന്നേറ്റ് നിൽക്കും. രോമം എഴുന്നേറ്റ് നിൽക്കും. ആഴത്തിൽ പഠിക്കൂ, അപ്പം മനസ്സിലാവും. ആഴത്തിൽ പോണതിനനുസരിച്ച് നമ്മളിങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കും. എന്താ പറഞ്ഞത്? ഇരുമുടിക്കെട്ടിലെ മുൻകെട്ട് പരാവിദ്യയാണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. സ്വാമിക്കുള്ള കെട്ട. ഇത് ഇവിടെ ആളുകൾക്ക് എളുപ്പം മനസ്സിലാവാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ പറയണത്. കാരണം ശബരിമലയായിട്ടാണ് ഏറെക്കുറെ ആൾക്കാർ ബന്ധപ്പെട്ടിരിക്കുക. അപ്പോൾ ഈ പരാവിദ്യ അപരാവിദ്യ പറയാൻ എളുപ്പം, കുറച്ചും കൂടി എളുപ്പമാണ്. മുൻകെട്ട് സ്വാമിക്കുള്ള കെട്ട, അത് പരാവിദ്യ. പിൻകെട്ട് നമുക്കുള്ള കെട്ട, പമ്പാസദ്യ ആദിയായവയ്ക്കുള്ളതൊക്കെ പിൻകെട്ടില്ല, അത് അപരാവിദ്യ. ഇത് രണ്ടും കൂടി കൂട്ടിക്കെട്ടുമ്പോഴാ എന്താവണത്? അത് ഇരുമുടിക്കെട്ടാവണത്. എത്താവുള്ളി ആശയം. അതിൽ മുൻകെട്ടിൽ സ്വാമിക്കുള്ള 2 സാധനം, നെയ്ത്തേങ്ങയും കാണിപ്പണവും ഉണ്ടാവും. മനസ്സിലായല്ലോ? അപ്പം നോക്കൂ, 2 വിദ്യയും ഒന്നിച്ച് കൊണ്ടുപോകണം. നന്നാക്കി പഠിക്കണം, നന്നാക്കി അധ്വാനിക്കണം, നന്നാക്കി ജീവിതം മുന്നോട്ട് നയിക്കണം. മനസ്സിലായില്ലേ? ഒപ്പത്തിനൊപ്പം അവനോൻ്റെ ശാസ്ത്ര പഠനം പറയൂ, മനസ്സിലാക്കൂ. എന്താണ്? അവനോൻ്റെ ശാസ്ത്ര ചിന്തയും ഞാൻ ആരാണെന്നുമുള്ള ചിന്ത ഉറപ്പിച്ച് മുന്നോട്ട് പോകണം. ദിവസവും കഴുകി വൃത്തിയാക്കണം. നടക്കാതെ പോയാൽ ഒരു ഭാഗത്തിന് മാത്രമുള്ള വളർച്ചയല്ല, തളർച്ചയായിരിക്കും. അങ്ങനെയാണ് നമുക്ക് തളർച്ച സംഭവിക്കുന്നത്. ആ ചാമിളൻ അങ്ങനെയാ വീണ് പോയത്. ഒരു ലമ്പടയെ കാട്ടുന്ന് കണ്ടപ്പോൾ അതിൽ വീണ എന്തുകൊണ്ട്? ഉള്ളിൽ നല്ല ഉറപ്പില്ലാത്തതിനെ കൊണ്ടാ. ശരിയാണോ അല്ലയോ? ഉറച്ച ചിന്ത ഉള്ളിലുണ്ടാവണം. അത് സ്ത്രീകളും വീഴുണ്ടാവും. ഇവിടെ അജാമിളന്റെ കഥ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. തിരിച്ചും വീഴുണ്ടാവും. ഉണ്ടോ ഇല്ലയോ? 2 വീഴ്ചയും ഉണ്ടാകാതെ സൂക്ഷിക്കണം. ഇനിയിപ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ ഈ കാമം വലിയ സുഖാന്നാ. കല്യാണം കഴിക്കണവരെ ആൾക്കാരെയൊക്കെ വിചാരം കല്യാണം കഴിക്കലൊരു സുഖാണോ? എന്താ അഭിപ്രായം? കുഞ്ഞുണ്ണി മാഷ ഒരു വരി ഞാൻ പറഞ്ഞുതരാം. വീട്ടിൽ നിന്ന് തല്ലുണ്ടാക്കാതിരിക്കാൻ തന്നെയെങ്കിൽ അത് ഉപയുക്താവും. കുഞ്ഞുണ്ണി മാഷ എനിക്കൊരു വരി കവിത അയച്ചു തന്നിരുന്നു പിറന്നാൾ സമ്മാനമായിട്ട്. ഞാൻ ആദ്യം പറയാം. പിറന്നാൾ സമ്മാനമായിട്ട് എനിക്ക് അയച്ചു തന്നാട്ടോ കുഞ്ഞുണ്ണി മാഷ്. ഞാൻ ഈശനിൽ വസിച്ചെന്നാൽ ഈശൻ എന്നിൽ വസിച്ചിടും. ഇതാണ് കുഞ്ഞുണ്ണി മാഷിന്റെ വരി. ഇനി നമ്മളോട് പറയാനുള്ളത്, കല്യാണം കഴിച്ചാൽ സുഖം ഉണ്ടാവുമോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വരി കാണിച്ചു തരാം. പറയട്ടെ? ഉണ്ടെന്നില്ല, പറയട്ടെ. കേട്ടപ്പോൾ കാണണമെന്നു തോന്നി. ആരോ പറഞ്ഞു കേട്ടപ്പോൾ അത്ര സുന്ദരി ഒന്ന് കണ്ടാ വേണ്ടില്ല തോന്നി. അത്രേ എല്ലാവർക്കും തോന്നുന്നതാ. അടുത്ത വരി ശ്രദ്ധിക്കണേ. കണ്ടപ്പോൾ കെട്ടണമെന്നു തോന്നി. കണ്ടു കഴിഞ്ഞപ്പം പുറത്തു കൊണ്ട് അത്ര സുന്ദരി തൻ്റെ തന്നെ ആയിക്കോട്ടെ, കെട്ടണമെന്ന് തോന്നി. അത്രേ. അടുത്ത വരി അണ്ടർലൈൻ ചെയ്ത് അതിൻ്റെ സൈഡിൽ ഇമ്പോർട്ടൻ്റ് മാർക്ക് നോട്ട് ചെയ്ത് വെക്കാൻ മറക്കണ്ട. വീടിൻ്റെ ചുമരുമ്മ കൊണ്ടുപോയി ഒട്ടിച്ചിടാനും മറക്കണ്ട. ഡബിൾ സ്റ്റിക്കർ ഉപയോഗിച്ച് നന്നാക്കിയാൽ ഒട്ടിച്ചിട്ട് ഇടയ്ക്കൊന്ന് നോക്കുക. അടുത്ത വരി ശ്രദ്ധിച്ചോളൂ. കെട്ടിയപ്പോൾ കഷ്ടം പെട്ടു എന്നും തോന്നി. കെട്ടിക്കഴിഞ്ഞപ്പോഴാ മനസ്സിലായി. കൈയടിക്കണ്ട, മനസ്സിലായി. കെട്ടിയപ്പോൾ കഷ്ടം പെട്ടു എന്നും തോന്നി. കെട്ടിക്കഴിഞ്ഞപ്പോഴാ മനസ്സിലായത് വേണ്ടിയില്ലായിരുന്നല്ലോ വണ്ടി വില, ഇത് തൊലിവെളുപ്പ് മാത്രമേ ഉള്ളൂല്ലോ എന്ന് അന്നേരാ തോന്നിയത്. മനസ്സിലായില്ലേ? ഇനി ഒരു 4-5 കെട്ടി നോക്കൂ, അപ്പോഴൊക്കെ തന്നെയായിരിക്കും സ്ഥിതി. നമ്മൾ വിചാരിക്കും അക്കരെ പച്ചാന്ന്. ഒന്നുമില്ല. എത്ര എണ്ണം വേണേലും കെട്ടി നോക്കൂ. 4 കെട്ടുമ്പോൾ പിന്നെ നിങ്ങളെ സ്ഥാനം നടുമുറ്റത്തായിരിക്കും. ഇത്രയേ ഉള്ളൂ. ഇപ്പം നിങ്ങൾക്ക് വിവാഹത്തെക്കുറിച്ച് മനസ്സിലായില്ലേ? എന്നാൽ ചെറുപ്പക്കാർ കുട്ടികളെ വിചാരം എന്താ വെച്ചാൽ കല്യാണം കഴിക്കല സുഖം. കാരണം അവർക്ക് അനുഭവം ഇല്ല. ഉണ്ടോ? അനുഭവിച്ച നമുക്ക് അറിയാം. ഒരിക്കലും ഈ കെട്ടല്ലോ നമ്മൾ ഉള്ളിൽ പറയുന്നുണ്ടാവും. ഉണ്ടോ ഇല്ലയോ? അപ്പം അവരിങ്ങനെ ചിന്തിച്ചു, ഒന്ന് കഴിച്ചാളാം, നേരത്തെ തന്നെ കഴിച്ചാളും, പഠിക്കുന്ന സമയത്ത് തന്നെ പ്രേമിച്ച് കഴിച്ചാളും. പിന്നെ പെട്ടോ ഇല്ലയോ? പെട്ടു. അപ്പം ആരോ പറഞ്ഞു കൊടുത്തു, ഒരു കുട്ടി ഉണ്ടായാൽ സുഖം ഉണ്ടാവും. അങ്ങനെയാണ് രണ്ടാമത്തേത്. അപ്പോൾ കുട്ടി ഉണ്ടായി നോക്കിയപ്പം 2 കാലുള്ളത് കല്യാണം കഴിച്ചതോടുകൂടി 4 കാലായി.
ആ കാലി. ഒരു കുട്ടിയുടെ ആയപ്പോൾ 6 കാലായി, ഒന്നുകൂടി എഴയാൻ തുടങ്ങി. ശരിയാണോ അല്ലയോ? അപ്പം പിന്നെ ഒരു സുഖമില്ല. കുട്ടി ഉണ്ടായി കഴിഞ്ഞപ്പോൾ പിന്നെ നിവൃത്തിയില്ല. ഓട്ടത്തോടോട്ടം, ഒന്നും നടക്കണില്ല. അപ്പം ആരോ പറഞ്ഞു കുറച്ചുകൂടി സമാധാനമാവും, ഒന്നും കൂടി ഉണ്ടെങ്കിൽ അതിനൊരു കൂട്ടായി. അപ്പം ഒന്നും കൂടിയായി. ആലോചിച്ച് നോക്കൂ, ഇങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ. അങ്ങനെ ഒരുപാടെണ്ണം ആർക്കും ഉണ്ടായി. അജാമിളനും ഉണ്ടായോ ഇല്ലയോ? അജാമിളൻ മുറുകി അതിലേക്ക് പോയി. അത് അവറ്റകളെ എങ്ങനെ നോക്കും, എങ്ങനെ പരിപാലിക്കും, ഇവൾക്ക് എങ്ങനെ സംതൃപ്തി കൊടുക്കും? ആർക്ക്? സ്വന്തം ഭാര്യയ്ക്കല്ല, പിന്നെ ആർക്ക്? ഈ എന്താ പറയുക, വേശ്യയ്ക്ക് എങ്ങനെ സംതൃപ്തി കൊടുക്കും? ഇതായിരുന്നു ആര് ചിന്തിച്ചത്? പറയൂ, ആര് ചിന്തിച്ചത്? അജാമിളൻ. മനസ്സിലാവണുണ്ടോ പറയണത്? ഡിസ്ട്രാക്ട് ചെയ്ത് പോകുന്നു. ചാവാൻ കാലത്ത് ഇരുന്ന് നമ്മളിതൊക്കെ ചിന്തിക്കും. ബാലസ്ഥാവത് ക്രീഡാസക്ത, തരുണസ്ഥാവത് തരുണീസക്ത, വൃദ്ധസ്ഥാവത് ചിന്താസക്ത, പരമേ ബ്രഹ്മണി കോപിന സക്ത. ആചാര്യസ്വാമികളുടെ വരിയാണ്. ഞാൻ കാലടിയിൽ നിന്നിട്ട് ആചാര്യനെ പറഞ്ഞിട്ടില്ലെങ്കിൽ മോശമല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവിടുത്തെ ചിന്തിച്ചിട്ടില്ലെങ്കിൽ മോശമല്ലേ? ബാലസ്ഥാവത്. നമ്മളൊക്കെ ജീവിതം നോക്കുക. കുട്ടിയായിരിക്കുമ്പോൾ കളിപ്പാട്ടത്തിനാ കളിപ്പാട്ടം വേണം, അല്ലെങ്കിൽ അവിടെ നിലത്ത് കിടന്ന് ഉരുണ്ട് കരഞ്ഞാളും. ഇച്ഛ തന്നെ വേണം. തരുണനായാലോ തരുണീസക്ത, മരം ചുറ്റാൻ തുടങ്ങി. വൃദ്ധനായാലോ എല്ലാം കഴിഞ്ഞു, ചിന്താസക്ത. അന്നൊക്കെ ചെയ്ത വിഡ്ഢിത്തോർത്ത് ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ കിടക്കും. വേണ്ടിയില്ലായിരുന്നു ഒന്ന് ആ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ഒന്ന് തിരിഞ്ഞത്, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇതാണ് മനുഷ്യൻ്റെ ചക്രം. അതിലങ്ങോട്ട് ചത്തുപോവുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ ആരാന്ന് മനസ്സിലാക്കണില്ല. ഇനി ഒരല്പം ചിന്ത, നാം ആരാന്നാ ഇനി ചിന്തിക്കാൻ പോണതേ. കൂടെ വരില്ലേ? ഞങ്ങളെല്ലാവരും വരില്ലേ? ഞാൻ ഈ ശരീരല്ലേ? അല്ലേ? തെറ്റ് 101% തെറ്റ്. ഞാൻ ഈ ശരീരമല്ല, ഇത് ഉറപ്പിച്ചോണം. പറഞ്ഞ മനസ്സിലേ? പരീക്ഷിത്ത് മഹാരാജാവ് ഇത് ഉറപ്പിച്ചിട്ടാ വീണത്. പരീക്ഷിത്ത് മഹാരാജാവ് ഭാഗവതം മുഴുവൻ കേട്ടിട്ട് മരിച്ചില്ലേ? മുണ്ടില്ല, മരിച്ചില്ലേ? പിന്നെ ഇപ്പം എന്ത് വെച്ചാ ഭാഗവതം കേട്ടിട്ടുള്ളത്? നമ്മൾ അതിശയോക്തി കലർത്തി ഭാഗവതം കേട്ടാൽ മരിക്കില്ല എന്നൊക്കെ പറയും. അങ്ങനെ ഉണ്ടോ? പറയൂ, എന്താ നിങ്ങളുടെ അഭിപ്രായം? ശരിക്കും മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഇത് ദഹിക്കാതെ അവിടെ കിടക്കും. കേൾക്കണ്ടോ ഇല്ലയോ? ഭാഗവതം കേട്ടിട്ട് പരീക്ഷിത്ത് മരിച്ചോ? ഇല്ല, ഇങ്ങനെ നിന്നു. എപ്പോഴും ചിരഞ്ജീവിയായിട്ട് പരീക്ഷിത്ത് പെടുന്നുണ്ട്. ശരീരം വീഴുന്നു എന്ന് മനസ്സിലാക്കി, താൻ മരിക്കണില്ല എന്ന് ഉറപ്പിച്ചു. കേൾക്കണ്ടോ ഇല്ലയോ? ചിന്ത വന്നാ ഭയം പോവോ ഇല്ലയോ? അപ്പം ഞാൻ ശരീരാണോ? അല്ല അല്ല അല്ല, ഉറപ്പിക്കണം. ഇത് ഉറപ്പിക്കാനാണ് അവിടെ വന്നത്. ഇന്നത്തെ സത്സംഗത്തിൽ ഇത് ഉറപ്പിക്കണം. എന്നിട്ട് ഭാഗവതം നാളെ ഇരുന്ന് ഒന്നും കൂടി ശുദ്ധമായിട്ട് കേൾക്കൂ. അപ്പം ക്ലിയറായിട്ട് പിടികിട്ടും. നിങ്ങളുടെ കൂടെ ഉണ്ടോ? ആത്യന്ത ദുഃഖനിവൃത്തിയാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം. ആത്യന്ത ദുഃഖനിവൃത്തി, സ്വാതന്ത്ര്യമാണ് ഇതിൻ്റെ ലക്ഷ്യം. കേൾക്കണ്ടോ ഇല്ലയോ? സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു പോകണം. അല്ലാതെ ഇവിടെ കിടന്ന് തിരിഞ്ഞളിക്കരുത്. നരക സ്വർഗങ്ങളല്ല നമുക്ക് വേണ്ടത്. പിന്നെന്താ വേണ്ടത്? മോക്ഷം. ആ സ്വാതന്ത്ര്യം അത് കടക്കണം. വരട്ടെ, അതിലേക്കുള്ള വിദ്യയാണ് ഇനി പറയണത്. അങ്ങോട്ട് ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ഈ ശരീരമാണോ? അല്ലേ? ഞാൻ ഈ ശരീരമല്ലേ? എന്തേ നിങ്ങൾക്കൊരു സംശയം? അല്ല. ഞാൻ ഈ കൈയാണോ? അങ്ങോട്ട് ശ്രദ്ധിക്കുവാണോ? ഈ കൈക്ക് ഷുഗർ ബാധിച്ച് പഴുപ്പ് കയറിയാൽ ഡോക്ടറോട് ഞാൻ പറയും, ഡോക്ടറെ ഇത് കൈ മുറിച്ച് കളഞ്ഞേക്ക്, ഞാൻ ഉണ്ടായാൽ മതി, ഞാൻ അതിൻ്റെ മുകളിലേക്ക് കയറരുത്. അപ്പം ഞാൻ കൈയാണോ? കൈ പോയിട്ടും ഞാൻ ഉണ്ടോ ഇല്ലയോ? ഞാൻ കാലാണോ? പറയൂ, ഉറപ്പിക്കൂ. കാലാണോ? അല്ല, കാലിന് പഴുപ്പ് കയറിയാലും ഞാൻ മുറിച്ച് കളഞ്ഞേക്കാൻ പറയും. ഞാൻ ഈ ശരീരമാണോ? ഒരു അങ്കലാപ്പുണ്ടല്ലോ നിങ്ങൾക്ക്. ഉറപ്പിച്ച് പറയൂ. അല്ല. ഞാനിപ്പോൾ ഇവിടെ മരിച്ചു വീണു എന്ന് വിചാരിക്കും. പേടിക്കൊന്നും വേണ്ടട്ടോ. ജനനം പോലെ തന്നെയാണ് മരണം. ഒരു പേടിയില്ല. പുല്ലട്ട ഒരു പുല്ലിന്ന് മറ്റൊരു പുല്ലിലേക്ക് പോണ പോലെയാണത്. ഞാൻ ഇപ്പോൾ അവിടെ മരിച്ചു വീണു എന്ന് വിചാരിക്കും. പ്രഭാഷണം നടത്തുന്നതിൻ്റെ ഇടയിൽ കുഴഞ്ഞ് വീണ് മരിച്ചു. ഇങ്ങോട്ട് ശ്രദ്ധിക്കണം, എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. അപ്പം സംഘാടകരൊക്കെ കൂടി പോയി, പാവം, അയ്യോ അത്രയും ദൂരത്തുനിന്ന് മലപ്പുറത്തുനിന്ന് വരികയാണത്, പാവം വീണു മരിച്ചു എന്ന് ഉറപ്പ് വരുത്താൻ ഡോക്ടറെ കൊണ്ടുവന്നു. പരിശോധിച്ച് നോക്കിയപ്പം മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് അനൗൺസ് ചെയ്യണം. എന്താ അനൗൺസ് ചെയ്യണത്? ഭാഗവത സപ്താഹത്തിൽ പ്രഭാഷണം നടത്തുവാൻ വേണ്ടി വന്ന പ്രമോദ് ഐക്യരപ്പടി മരണപ്പെട്ടിരിക്കുന്നു. പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ. പറഞ്ഞു എന്ന് വിചാരിക്കും. അപ്പം ഞാൻ ഇവിടെ കിടക്കുകയാണേ, വിചാരിച്ചാൽ മതി എന്ന്. അപ്പം ഞാൻ മരിച്ചു എന്ന് അറിഞ്ഞാൽ നിങ്ങളാരെങ്കിലും പറയുമോ പ്രമോദ് ഐക്യരപ്പടിയാണ് ആ കിടക്കണതെന്ന്? മിണ്ടണില്ല. പറയുവോ? ഇല്ല. അയാളുടെ
ശവം അഥവാ ബോഡിയാണ്, ശരിയല്ലേ? അപ്പൊ അയാൾ ആ ശരീരത്തിൽ നിന്ന് വ്യത്യസ്തനല്ലേ? ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായോ? വൈൽ ഐ എം ഡ്രൈവിംഗ് എ കാർ, ഐ ആം നോട്ട് ദ കാർ, ഐ ആം സംതിങ് ഡിഫറെന്റ് ഫ്രം ദ കാർ. ഒരു കാർ ഞാൻ ഡ്രൈവ് ചെയ്യുമ്പം ഞാൻ കാറല്ല, ഞാൻ കാറിൽ നിന്ന് വ്യത്യസ്തനാണ്. ആണോ അല്ലയോ? ഞാൻ ഇപ്പൊ കാർ ഡ്രൈവ് ചെയ്ത് അങ്ങോട്ട് വന്നതെന്ന് വിചാരിച്ചോളൂ. ഇവിടെ എത്തിയപ്പോൾ സംഘാടകരനോട് പറഞ്ഞു അമ്പലം ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു നിൽക്കുക. ഞാൻ സംഘാടകരോട് പറയുകയാണ്, ഞാൻ കാറിൽ നിന്ന് ഇറങ്ങൂല, ഞാൻ കാറാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഇരുന്നു നിൽക്കുക. ഞാൻ കാറാണ് ഇറങ്ങൂല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഇരുന്നാൽ ഇവരെൻ്റെ ചുവട്ടിൽ ചെമ്പരത്തിപ്പൂ വെച്ച് തരും. ശരിയാണോ അല്ലയോ? അപ്പോൾ അതിനൊരു കുഴപ്പമില്ലായിരുന്നു. ശരിയല്ലേ? ആണോ അല്ലയോ? അപ്പൊ ലക്ഷ്യസ്ഥാനം എത്തിയാൽ പറയൂ, കാറിന്റെ ഡോറ് തുറന്ന് പറയൂ, പുറത്തേക്ക് ഇറങ്ങി പോകേണ്ടവനാണ് ഞാൻ. പിന്നെ ആ കാറിന്റെ ഉള്ളിലേക്ക് കയറാൻ കഴിയില്ല. അങ്ങനത്തെ കാറാണ് എൻ്റെ കാറ്. മനസ്സിലായില്ല? ഒരിക്കൽ ഇറങ്ങിയാൽ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ കഴിയില്ല. താക്കോലിൻ്റെ കയ്യിലായിരിക്കും, പിന്നെ ആർക്കും അത് ചലിപ്പിക്കാനും കഴിയില്ല. അപ്പൊ കാർ അനങ്ങൂല. ആ കാറിനെ നോക്കിയിട്ട് എൻ്റെ ബന്ധുക്കൾ നെഞ്ചത്തടിച്ച് കലയാണ്. പോണ എന്നെ കാണുന്നില്ല, അതിന്ന് ഇറങ്ങിപ്പോണ എന്നെ കാണുന്നില്ല. നിർത്തിയിട്ട കാറിനെ നോക്കിയിട്ട് നെഞ്ചത്തടിച്ചത്, അയ്യോ കുഞ്ഞേട്ടാ, എന്നല്ല ഹോർലിക്സ് കഴിച്ചിട്ട് പോകാന്ന് പറഞ്ഞാളോ, ഇത്ര പെട്ടെന്ന് നിങ്ങൾ പോയല്ലോ. അത് പെടലിക്കൊന്ന് കിട്ടാത്തതിൻ്റെ കുഴപ്പം. മരിച്ച വീട്ടിൽ കരച്ചിലുണ്ടാവരുത്, നാമജപ മുഖരിതമാക്കണം. ആ ജീവന് ഗതി ഉണ്ടാക്കി കൊടുക്കണം. മനസ്സിലാവണുണ്ടോ? ഭഗവാൻ കൃഷ്ണൻ്റെ ജീവിതത്തിൻ്റെ ഒപ്പമൊന്ന് നടക്കൂ. വ്രജത്തിലൂടെ നടന്നാൽ ഓരോ മണ്ണും നമ്മളെ കോരിത്തെരിപ്പിക്കും. ഭഗവാൻ എന്താ പറയാ, യമുനയിലേക്ക് ചാടിയ മരം ഒന്ന് കാണണം, രോമം എഴുന്നേറ്റ് നിൽക്കട്ടെ. നിങ്ങൾ കേൾക്കണ്ടോ ഇല്ലയോ? ഭഗവാൻ രാധാദേവിയുടെ തലമുടി കെട്ടിക്കൊടുത്ത സ്ഥലം ഒന്ന് കാണണം. രാസക്രീഡ നടന്ന സ്ഥലം ഏകദേശം 30 ഏക്കർ ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഒന്ന് കാണണം. ഇപ്പോഴും രാസക്രീഡ നടക്കണുണ്ട്. പ്രത്യക്ഷാർത്ഥത്തിൽ ആനന്ദതുലിതമാണ്. അതുകൊണ്ടാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി അവസാനത്തെ തൻ്റെ ദശകം ചമയ്ക്കുമ്പോൾ, ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാ, അവസാനത്തെ ദശകം ചമയ്ക്കുമ്പോൾ അഹങ്കാരമൊടുങ്ങിയ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ഉറക്ക ചൊല്ലിയത് അത് അനുഭവത്തിൽ നിന്നാണ്. അഗ്രേ പശ്യാമി തേജോ നിബിഡതരകളായാവലീലോപനീയം പീയൂഷാപ്ലാവിദോഹം. രോമം എഴുന്നേറ്റ് നിൽക്കുന്നു. ആനന്ദസ്വരൂപ ചിന്മയ ഭഗവാനെ, അങ്ങയെ ഞാൻ ഇതാ പ്രത്യക്ഷത്തിൽ അനുഭവിക്കുന്നു. അഗ്രേ പശ്യാമി. മനസ്സിലായല്ലോ? അഗ്രേ പശ്യാമി. അതിന്റെ തൊട്ടടുത്ത വരി പറയണു പീയൂഷാപ്ലാവിദോഹം എന്നാ. പീയൂഷാപ്ലാവിദോഹം എന്ന് പറഞ്ഞാൽ എന്താ പീയൂഷ? ആനന്ദത്തിൽ കുളിച്ചു നിൽക്കണു ഞാൻ ഭഗവാനെ എന്നാ. ഈ ഒരു അവസ്ഥയിലേക്ക് പ്രവേശിക്കാൻ ഈ ജന്മത്തിൽ കഴിയണം. വേണോ വേണ്ടയോ? അത് നാമത്തിലൂടെയേ കഴിയുള്ളൂ. കാരണം കലിയുഗത്തിൻ്റെ ഏറ്റവും വലിയ മഹിമ നാമസ്മരണയാണ്. കാരണം തപസ് ചെയ്യാൻ ഒരൊറ്റൊരുത്തനും കഴിവുണ്ടാവില്ല. കാരണം തമ്മിൽ മാന്തിയിരിക്കുകയാണ്. ഒരു ശ്രദ്ധ ഇതിനുണ്ടാവില്ല. തപസ് പോയിട്ട് പോലും ചെയ്യാനുള്ള ഒരവസ്ഥ ഉണ്ടാവില്ല. കാരണം അങ്ങനത്തെ ഒക്കെ ഇതിലാണുമ്പോൾ കിടന്ന് പെടക്കണത്. ശരിയാണോ അല്ലയോ? ഒക്കെ കിടന്ന് പെടക്കുക. മനസ്സിങ്ങനെ ഡിസ്ട്രാക്ട് ചെയ്ത് വീഴുകയാണ്. അതിനെ ഒന്ന് നേരെയാക്കി ഒരുമിപ്പിച്ച് ഏകോപിപ്പിച്ച് ഒരു ലക്ഷ്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിർത്തണമെങ്കിൽ ഒറ്റ ആയുധേ ഉള്ളൂ. അതിൻ്റെ പേരാണ് നാമം. ശരി, ഇപ്പം ഞാൻ ഈ ശരീരമല്ല നിങ്ങൾ ഉറപ്പിച്ചുവല്ലോ. നിങ്ങളും അല്ല എന്ന് ഉറപ്പിച്ചില്ലേ? മുണ്ടില്ല. ഉറപ്പിച്ചോ ഇല്ലയോ? ശരി, അപ്പൊ എന്താണ് മരിച്ചു പോണത്? ശരീരേ മരിക്കണുള്ളൂ, ആർക്ക് മരണമില്ല. ഇതിൻ്റെ ഉള്ളിലിരിക്കണതിന് മരണമില്ല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആത്മാനം രഥിനം വിദ്ധി. രഥത്തിൻ്റെ ഉള്ളിലിരിക്കണോനാരാ? ആത്മാവാണ്. മനസ്സിലാക്കണ്ടോ ഇല്ലയോ? അതിന് ജനന മരണങ്ങളില്ല. പക്ഷേ രഥം നശിക്കും. മനസ്സിലാവണുണ്ടോ? എന്നെ കേൾക്കണുണ്ടോ? അതിനെ നിയന്ത്രിച്ച് നിർത്തിയിട്ട് ലക്ഷ്യത്തിലേക്ക് എത്തണം. ഇനി ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ. എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. ശ്രദ്ധിക്കില്ലേ? ഞാൻ എങ്ങനെ ഇപ്പം ഈ കൂട്ടിക്ക് ഈ കാറിക്ക് കയറിക്കൂടി? ഇത് പഠിക്കുമ്പോഴാണ് അജാമിളൻ പുറത്തേക്ക് കടന്നത് നമുക്ക് മനസ്സിലാവുള്ളൂ. പുറത്തേക്ക് കിടക്കുന്നത് ഇന്ന് കാട്ടിത്തരാൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. അതും കൂടി കാട്ടിത്തന്നാലേ ഈ വിഷയം പൂർത്തിയാവുള്ളൂ. പക്ഷേ നടക്കില്ല. സമയത്തിൻ്റെ പരിമിതിയുണ്ട്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? എന്നെ കേൾക്കുന്നുണ്ടോ? ഇനി എങ്ങനെയാ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതെന്ന് കാട്ടിത്തരാ. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ചെറിയ കുട്ടികൾ ജനിച്ച് കണ്ടിട്ടുണ്ടോ? നല്ല രസം. കണ്ടിട്ടുണ്ടോ? അമ്മമാരെല്ലാം ഇവിടെ ഇരിക്കണത് കണ്ടിട്ടുണ്ടാവുമല്ലോ, ഇല്ലേ? ഉണ്ട്. എന്താ ഒരു ചെറിയ കുട്ടിയുടെ പ്രത്യേകത? പൊക്കിൾക്കൊടി ഉണ്ട്, ഞാൻ സമ്മതിക്കുന്നു. കൈ മടക്കി നിൽക്കും ഒക്കെ നിങ്ങൾ പറയും. കരച്ചിലുണ്ട്, ഒക്കെ ഉണ്ട്. അതൊന്നും അല്ലാത്തൊരു ശാരീരിക പ്രത്യേകത പറയൂ. വല്ലാത്ത അമ്മമാര്, നമിച്ചു ഞാൻ നിങ്ങളെയൊക്കെ.
പറയൂ. അപ്പോൾ അതൊക്കെ ഉണ്ട്, അതൊക്കെ അതൊന്നുമല്ല. ശാരീരികമായ ഒരു പ്രത്യേകത ഉണ്ട്. അങ്ങ് പറയില്ല, എനിക്കറിയാം, ഞാൻ പറയട്ടെ സമയപരിമിതി കൊണ്ടാ. ആ ചെറിയ കുട്ടിയുടെ തലേൻ്റെ മുകളിലൊന്ന് നോക്കാം, മൂർധാവിൽ ഒരു ഓട്ടയായിരിക്കും. നിങ്ങൾ തൊട്ട് നോക്കിയിട്ട് കാര്യമില്ല, നമ്മളൊക്കെ മൂത്ത് മുരടിച്ച് അങ്ങനെ തലക്കലെത്തി ഹെൽമെറ്റ് ചിലർ തപ്പി നോക്കുക അവിടെ ഓട്ടം ഉണ്ടോന്നാ, ഒന്നും ഉണ്ടാവില്ല. ഒരു കുട്ടി ജനിച്ചാൽ അതിൻ്റെ തലേൻ്റെ ഇവിടെ ഒരു ഓട്ടയാണ്, ഇവിടെ ഒരു തൊലി മാത്രമേ ഉണ്ടാവുള്ളൂ, ഗ്ലഗ് എന്ന് പറയും. ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ഇതൊരു ഓട്ടയാണ്. ഈ ഓട്ടേനെ ശ്രദ്ധിക്കണം. ഏതോട്ട? ഈ തലേൻ്റെ മുകളിലുള്ള ഓട്ട. ഈ ഓട്ടയെ വിളിക്കുന്ന പേരാണ്, ഈ സ്ഥാനത്തിനെ വിളിക്കുന്ന പേരാണ് ബ്രഹ്മരന്ധ്രം. ശ്രദ്ധിച്ചോണേ, നന്നായിട്ട് ശ്രദ്ധിച്ചോണം. ബ്രഹ്മരന്ധ്രം. നെയ്ത്തേങ്ങേൻ്റെ ഓട്ട ഇത് തന്നെയാണ്. കേൾക്കണ്ടോ ഇല്ല? ഈ ഓട്ടയാണ്. ഈ ഓട്ട മനസ്സിലാക്കി വെച്ചോണം. ഈ ബ്രഹ്മരന്ധ്രം. ജീവൻ എന്താണെന്നും ജന്മം എന്താണെന്നും പഠിച്ചു വെക്കൂ പ്രിയരെ, അല്ലാതെ ചത്തൊടുങ്ങല്ല. ഭാഗവതത്തിന്റെ ഈ മഹാവേദിയിൽ, കേൾക്കണ്ടോ ഇല്ലയോ, ഭഗവാൻ തൽസ്വരൂപത്തിൽ നിൽക്കുന്ന ഈ വേദിയിൽ അത് മുഴുവനും മനസ്സിലാക്കി താഴേക്കിറങ്ങാനാണ് ഈ കൊടിയേറ്റ് നടത്തിയിരിക്കുന്നത്. കശേരുക്കളുള്ള നട്ടലിന്റെ രൂപത്തിലുള്ള കൊടിമരം, നിലവിളക്കിന്റെ രൂപത്തിലുള്ള കൊടിമരം. എന്നെ വഴിയെ വന്ന് പറയും, ഇപ്പൊ പറയാൻ നിൽക്കണില്ല. ആ കൊടിമരത്തിന്റെ മുകളിൽ ആലും മാവും കൂട്ടിക്കെട്ടുമ്പോൾ ഇടാപിംഗല നാടി വഴി ആ ഊർജത്തെ മുകളിലേക്ക് മഹാപ്രവാഹമാക്കി ഉയർത്താൻ നിങ്ങൾക്കും എനിക്കും കഴിയണം. അപ്പോഴാ ജന്മസാഫല്യം കൈവരിക. എന്താ സംശയം? അപ്പൊ ഈ ബ്രഹ്മരന്ധ്രങ്ങൾക്ക് മനസ്സിലായില്ലോ, ഈ ഓട്ടങ്ങൾക്ക് മനസ്സിലായില്ലോ ഇല്ലേ? ഓട്ട നോക്കൂ. അമ്മയുടെ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ വെച്ച് ഈ ശരീരം രൂപം കൊള്ളുമ്പോൾ, ശരീരം ഈ മെലിഞ്ഞു നീണ്ട ഈ ശരീരം രൂപം കൊള്ളുമ്പോൾ അച്ഛൻ്റെ ബീജത്താലെ അമ്മയുടെ ഗർഭത്തിലേക്ക് ആ ബീജം സന്നിവേശിച്ച് രൂപം കൊള്ളുന്ന ഈ ശരീരം അവിടെ അങ്ങനെ രൂപം കൊള്ളുമ്പോൾ പൂർവജന്മകൃതമായ പുണ്യപാപങ്ങൾ, ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ, പൂർവജന്മകൃതങ്ങളായ പുണ്യപാപങ്ങൾ ഏകദേശം സമാവുമ്പോഴാണ് നമുക്ക് മനുഷ്യജന്മം കിട്ടുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു ആത്മാവായ, അതായത് വാസനാസ്വരൂപിയായി ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവ്, ബന്ധനം ഉള്ള ആത്മാവ്, അതിനനുസരിച്ചൊരു ദേഹം തേടി നടക്കുക. മനസ്സിലാവുണ്ടോ ഇല്ലയോ? കാരണം പൂർവജന്മകൃതമായ വാസനയ്ക്കനുസരിച്ചൊരു ശരീരം തേടി നടക്കുമ്പോഴാണ് ഇപ്പോഴുള്ള മാതാവിൻ്റെ ഗർഭം കാണുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതൊക്കെ നിമിത്തമല്ല, അതൊക്കെ വന്ന് ഭവിക്കണതാ. അങ്ങനെയാണ് നാളെ എൻ്റെ സഹോദരനാണ് അവിടെ വരുന്നത്. അതൊക്കെ നിമിത്തമായി ഭവിക്കുക. അതൊക്കെ പൂർവജന്മകൃതമായിട്ട് ഒന്നിച്ച് പോരുക. കേൾക്കണ്ടോ ഇല്ലയോ? ഒറ്റ യാത്രയാ. അത് പിന്നീടേ മനസ്സിലാവൂ. അപ്പൊ എന്തായാലും ആവട്ടെ, ആ ഗർഭപാത്രത്തിൽ ഈ ശരീരം രൂപം കൊള്ളുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ ഈ ഉള്ളിലിരിക്കുന്ന ആത്മചൈതന്യം, വാസനയോടുകൂടിയ, കർമ്മബന്ധത്തോടുകൂടിയ, പുണ്യപാപങ്ങളേറെക്കുറെ തുല്യമായ ഈ ജീവാത്മസ്വരൂപം പതുക്കെ അമ്മയുടെ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറി ഈ ബ്രഹ്മരന്ധ്രം വഴി എങ്ങോട്ട് കയറുന്നു? പറയൂ, എങ്ങോട്ട് കയറുന്നു? ഈ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കയറി സ്പന്ദിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ഇത് ജീവനായിട്ട് പരിണമിക്കുന്നു. കേൾക്കുന്നുണ്ടോ ഇല്ലയോ? ഏതിൻ്റെ ഉള്ളിലേക്ക് കയറിയോ? ഏത് കൂടിയാ കയറിയത്? ഇത് കൂടിയാ കയറിയത്. അത് കൂടി തന്നെ പുറത്തേക്കിറങ്ങാനും പഠിക്കണം. അങ്ങനെ പഠിപ്പിക്കലാണ് ഈ ഭാഗവത സപ്താഹവേദിയിലെ നാമമഹിമ. ആ മൂലാധാരത്തെ തട്ടി ഉണർത്തി ഈ ഓട്ടയിലൂടെ, ഏതോട്ട? ഈ ബ്രഹ്മരന്ധ്രത്തിനുള്ളിലൂടെ ആ ജീവനെ നാരായണനിലേക്ക്, ലക്ഷ്മിയെ തട്ടി ഗണപതിയോടുകൂടി തട്ടി ഉണർത്തി ആ മുകളിലേക്ക് ഉയർത്തി ആ നാരായണത്വത്തിലേക്ക് ഉയർത്തുന്ന ഈ ദിവസം, ഈ യജ്ഞ ദിവസം, ആ നാരായണത്വത്തിലേക്ക് അത് ഉണർന്നാൽ പരമമായ സ്വാതന്ത്ര്യത്തിലേക്ക്, ആനന്ദത്തിലേക്ക്, ദുഃഖമില്ലാത്ത തലത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക തന്നെ ചെയ്യും. ഒരു സംശയവുമില്ല. അതിനെയാണ് ആത്യന്തിക ദുഃഖ നിവൃത്തി എന്ന് വിളിക്കുക. ഇനി എങ്ങനെയാണ് അത് മുകളിലേക്ക് കയറ്റണത്? ബാക്കി എല്ലാ കാര്യം ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയില്ല.